എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2179 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ പി രാധാകൃഷ്ണൻ സാറാണ്, റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ, ഹോമിയോപ്പതി വകുപ്പ്, കേരളം. ഡോക്ടർ RK ന്യൂ ലൈഫ് അഡ്വാൻസ്ഡ് ഹോമിയോപ്പതിയുടെ സ്ഥാപകൻ. സാറിനോടൊപ്പം ഡോക്ടർ സൂര്യ രാജീവ് PHMS ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. COPD ചികിത്സയും ഹോമിയോപ്പതിയും ചികിത്സാനുഭവങ്ങൾ, ഔഷധ പ്രയോഗം എന്ന വിഷയത്തിൽ ഡോക്ടർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നത്തെ വിഷയം മുന്നിലിരിക്കുന്ന വ്യക്തിക്കനുസരിച്ച് ചികിത്സാ പ്ലാൻ തയ്യാറാക്കുന്ന വിധം. ഇന്ന് ഭാഗം 4 ഔഷധ പ്രയോഗത്തിന്റെ. ഇന്നത്തെ ക്ലാസ് എടുക്കുന്നതിനായി ഡോക്ടർ പി രാധാകൃഷ്ണൻ സാറിനെയും ഡോക്ടർ സൂര്യ രാജീവിനെയും സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാറിനെ ആരംഭിക്കാം. കേൾക്കുന്നുണ്ട് ഇപ്പോ? കേൾക്കാം. ഓക്കെ. അപ്പം കഴിഞ്ഞ ക്ലാസ്സുകളിൽ കുറെ 4-5 ക്ലാസ് കഴിഞ്ഞു. ക്ലാസ്സുകളിലെല്ലാം നിങ്ങൾക്ക് അത്യാവശ്യം ഇതിൽ ക്രോണിക് ഡിസീസ് മാനേജ്മെന്റ് ആണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ COPD എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിലേക്ക് മാത്രം വന്നിട്ടില്ല. ഇപ്പൊ നമ്മൾ ക്രോണിക് ഡിസീസിന്റെ മാനേജ്മെന്റിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന പല കാര്യങ്ങളുമാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇന്ന് നമ്മൾ പറയുന്നത് മുന്നിൽ നമ്മൾ വരുന്ന ഒരു പേഷ്യന്റ് വരുമ്പോൾ നമ്മൾ അവിടെ തൊട്ട് ആരംഭിക്കുകയാണ്. അപ്പൊ അടുത്ത ക്ലാസ്സുകളൊക്കെ കൂടി നമുക്ക് COPD കിടക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിനെ നമ്മൾ ആദ്യം തന്നെ ഒരു രോഗി നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ ആ രോഗം എന്താണ്, ആ രോഗിയുടെ അവസ്ഥ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കുക. നമ്മളിപ്പോൾ സാധാരണഗതിയിൽ രോഗം വരുമ്പോഴേക്കും നമ്മൾ അത് പറയുന്ന സിംറ്റം കിട്ടുമ്പോഴേക്കും നമ്മൾ മരുന്നുകളിലേക്ക് അല്ലെങ്കിൽ മരുന്നിനോടുള്ള ഒരു ധാരണ നമ്മളിലേക്ക് വരും. ആ സ്ഥാനത്ത് നമ്മൾ രോഗിയെ ഒന്ന് ശ്രദ്ധിക്കാൻ നമുക്ക് എങ്ങനെയെല്ലാം സാധിക്കും. അപ്പോൾ ഒരു രോഗത്തിന്റെ അതിന്റെ കാഠിന്യം, അതിന് എത്രത്തോളം ഇന്റൻസിറ്റിയിലുണ്ട്, അല്ലെങ്കിൽ അത് ഏത് ലെവലിലാണ് നിൽക്കുന്നത്, എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാനൊക്കെ ഉപയോഗിക്കുന്ന ഹിഡൻ പ്രോട്ടോകോൾ എന്ന ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ആ HP സ്കോറിംഗ് സിസ്റ്റത്തെ പറ്റി ആദ്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അത് ഡോക്ടർ നിതീഷിനെ കൊണ്ട് തന്നെയാണ് പറയിക്കുന്നത്. അപ്പൊ ഡോക്ടർ നിതീഷ് അതിനെപ്പറ്റി ഒരു ക്ലാസ് തരും. ആ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ സ്കോറിംഗിൽ ഹൗ വി ക്യാൻ പ്രൊവൈഡ് മാർക്സ് ടു ഈച്ച് എല്ലാം വ്യക്തമാവും. അത് കഴിയുന്നതോടുകൂടി നമ്മളിപ്പോ ഞാൻ 3rd-ഉം 4th-ഉം ഹാൻഡ്ലിംഗ് ടൈപ്പാണ് പറയുന്നത്. എങ്ങനെ ഹൗ വി ആർ ജസ്റ്റ് ഡീലിംഗ് വിത്ത് ദ ഹിഡൻ പ്രോട്ടോകോൾ 3 ലെവൽ COPD ആസ് വെൽ ആസ് 4th ലെവൽ COPD രണ്ടും കൂട്ടി ഒന്ന് പറയാമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അധികം സമയം കളയാതെ തന്നെ ഡോക്ടർ നിതീഷിനെ ഒന്ന് വിളിക്കുകയാണ് കേട്ടോ. ഓക്കെ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ആ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാട്ടോ. ഇപ്പൊ സ്ക്രീൻ കാണുന്നുണ്ടോ? ഞാൻ ജസ്റ്റ് വളരെ ബേസിക് ആയിട്ട് മാത്രം പറയാം. ഹിഡൻ പ്രോട്ടോകോൾ എന്ന് പറയുന്നതിന് നമ്മള് ഈ ഒരു പ്രോട്ടോകോൾ കൊണ്ടുവരാനുള്ള കാരണം ഒരു 2 മിനിറ്റ് ഞാൻ പറഞ്ഞിട്ട് ഇതിലേക്ക് കടക്കാം. നമ്മുടെ ഹോമിയോപ്പതി സിസ്റ്റത്തിന്റെ ഒരു ബേസിക് പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയത് അറിവിന്റെ കുറവല്ല. കാരണം എല്ലാ ഡോക്ടേഴ്സും നല്ല നോളജബിൾ ആണ്. കാരണം മെഡിക്കൽ ആണെങ്കിലും അതുപോലെ തന്നെ സബ്ജക്ട്സ് ആണെങ്കിലും എല്ലാം അറിയാം, നോളജ് എല്ലാവർക്കും നന്നായിട്ടുണ്ട്. ഒരു പ്രോബ്ലം കണ്ടത്, ഒരു കേസ് വന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏത് ലോജിക്ക് അപ്ലൈ ചെയ്യണം. കാരണം ഒരുപാട് തരത്തിലൂടെ ഹോമിയോപ്പതിനെ കാണാൻ സാധിക്കും. ഒരു ലെൻസ് അല്ല. അപ്പൊ നമുക്ക് ഏകദേശം ഒരു 10-12 തരത്തിലൂടെ ഒരു രോഗിയെ കാണാൻ സാധിക്കും. അപ്പൊ അതിൽ ഏതാണ് ശരി തെറ്റുന്ന രീതിയിൽ പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളും കാര്യങ്ങളുമായിട്ട് ഞാനാണ് ബെറ്റർ എന്ന ലെവലിലൊരു തർക്കങ്ങൾ. ചിലപ്പോൾ പറയും കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ കൊടുക്കണം, ചിലർ പറയും ആന്റിമയസ്മാറ്റിക് കൊടുക്കണം, ചിലർ പറയും സ്പെസിഫിക് വേണം, കീ നോട്ട് വേണം. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഹോമിയോപ്പതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരേ മരുന്ന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലൈസേഷന് എഗെയിൻസ്റ്റും ആയിരിക്കും. അപ്പൊ ആ സിറ്റുവേഷനിലാണ് നമ്മളിപ്പോ ആലോചിച്ച് 2018 ഇപ്പൊ ഒരു 8 വർഷമായിട്ടോ ഈ പ്രോട്ടോകോൾ ഡെവലപ്പ് ചെയ്തിട്ട് 2018, 17, 18 കാലഘട്ടങ്ങളിലാണ് എങ്ങനെ ഹോമിയോപ്പതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാന്നുള്ള ആലോചിച്ചപ്പോഴാണ് നമുക്ക് കൃത്യമായി ഓർഗനോണിൽ എഴുതിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് എങ്ങനെ വേണം ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കേസ് നോക്കണം എന്നുള്ളത്. അതിന്റെ മാനദണ്ഡത്തിലാണ് നമ്മൾ ഹിഡൻ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടോകോൾ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ നമ്മുടെ കേസ് ടേക്കിംഗ്, നമ്മളെല്ലാവരും എടുക്കുന്ന കേസ് ടേക്കിംഗ്,
പ്രസന്റിങ് കംപ്ലൈന്റ് തൊട്ട് മെന്റൽ ജനറൽസ് വരെ, അതായത് ലൈഫ് സ്പേസ് ഒക്കെ അടക്കം വരുന്ന ഫുൾ കേസ് റെക്കോർഡിനെ ഒരു ക്വസ്റ്റിനെയർ ആയിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ആ ക്വസ്റ്റിനെയറിന് നമ്മൾ സ്കോർ ചെയ്യുമ്പോൾ ഓരോ പേഷ്യൻസിനും ഓരോ ലെവൽസ് ഓഫ് സ്കോറിംഗ് ആണ് വരിക. അതിനെ ഞാൻ മാത്തമാറ്റിക്കലി കൺവേർട്ട് ചെയ്തിട്ട് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസും ഫോർമുലാസും യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എന്താക്കി മാറ്റിയത്, 6 ലെവലുകളാക്കി മാറ്റിയത്. അങ്ങനെ ഒരു പേഷ്യന്റിന് നമുക്ക് സ്കോർ ചെയ്യുന്ന സമയത്ത് അവരുടെ ഹെൽത്തിന്റെയും ഡിസീസിന്റെയും ഒക്കെ സ്കോർ എടുത്തിട്ട് ഒരു 6 മുതൽ 36 വരെയുള്ള ലെവലുകളിൽ ഫോട്ടോ തലതിരിഞ്ഞായിരിക്കുന്നത് കേട്ടോ. ഹലോ, നിതീഷിന്റെ ഫോട്ടോ തലതിരിഞ്ഞായിരിക്കുന്നത്. മൊബൈൽ ഫോൺ നേരെ വെക്കണം, എന്നാലേ ശരിക്കുള്ള ഫോട്ടോ. കറക്റ്റ്, ഇപ്പൊ ശരിയായി. ഇപ്പൊ ക്ലിയർ, കറക്റ്റ് ആണോ? ഇപ്പൊ കറക്റ്റ്. ശരി 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 ശരി, ഓക്കെ, താങ്ക് യു ഡോക്ടർ. അപ്പൊ സ്ക്രീൻ ചെറുതായി പോയി. അയ്യോ, അപ്പൊ എന്താ ചെയ്യാ? ഞാൻ അങ്ങനെ വരുമ്പോ ഞാൻ സൂം ചെയ്താ പോരാ പറയുമ്പോ? മതി. ശരി ശരി, ഓക്കെ, ശരി ശരി. അപ്പൊ ഞാൻ പറയണത് വോയിസ് ക്ലിയർ ആണല്ലോ അല്ലെ? വോയിസ് ക്ലിയർ ആണ്. ഓക്കെ, പെർഫെക്റ്റ്. താങ്ക് യു ഡോക്ടർ, താങ്ക് യു. അപ്പോ നമുക്ക് ആ ഒരു എന്താ പറയാ, ആ ക്വസ്റ്റിനെയറിനെ പോലെ ആക്കുക കേസ് റെക്കോർഡിനെ. പ്രസന്റിങ് കംപ്ലൈന്റ് തൊട്ട് ക്വസ്റ്റിനെയർ പോലെ കൺവേർട്ട് ചെയ്തതിന് ശേഷം ആ വരുന്ന സ്കോർ ഇപ്പൊ 6 തൊട്ട് 36 വരെ, ആ സ്കോർ കൂടുന്തോറും ആ പേഷ്യന്റിന്റെ അകത്ത് ആ ഡിസീസ് അത്രമാത്രം സ്പ്രെഡ് ആയെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ 6 to 10 ആണ് ഒരു സ്കോർ എന്ന് വരികയാണെങ്കിൽ ഡിസീസ് അതിന്റെ വളരെ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്. അതേപോലെ അത് ഒരു 20 to 24 ലെവലിലാണ് സ്കോർ വരുന്നെങ്കിൽ കുറച്ചുകൂടി ഡീപ്പാണെന്ന് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഹെൽത്തിന്റെയും ഡിസീസിന്റെയും ഡെപ്ത് അനുസരിച്ചിട്ടാണ് എന്ത് മാറുന്നത്, സ്കോറുകൾ മാറുന്നത്. അങ്ങനെ 6 മിനിമം. കാരണം 6 ക്രൈറ്റീരിയ ആണ്. HIDDE എന്ന് പറഞ്ഞ 6 അക്ഷരങ്ങളും 6 ക്രൈറ്റീരിയാസ് ആണ്. ആ ഓരോന്നിനും ഓരോ മാർക്ക് മിനിമം കിട്ടും. 1 മാർക്കാണ് മിനിമം. അങ്ങനെയാണ് 6 മിനിമം, മാക്സിമം 6 ആണ്. അപ്പൊ 6 into 6 36. അങ്ങനെ 6 മുതൽ 10 വരെയുള്ള ഒരു സ്കോർ ചെയ്ത കിട്ടുന്ന കേസുകളെ ലെവൽ 1 കേസ് എന്ന് വിളിക്കും. ഇപ്പൊ ഒരു പേഷ്യന്റ് നമുക്ക് തലവേദനയായിട്ട് വന്നു, നമ്മൾ കേസ് എടുത്തെല്ലാം കഴിഞ്ഞപ്പോൾ സ്കോർ വന്നൊരു 9-10 വിചാരിക്കാം. ലെവൽ 1 കേസാണ്. ഒരു സ്ട്രെസ്സും വേണ്ട, ടെൻഷനും വേണ്ട, നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു കേസാണ്. ക്ലിയർ ആവുണ്ടല്ലോ? ഇതേപോലെ തന്നെ ലെവൽ 2 ആവുന്ന സമയത്ത് നമുക്ക് ഇതേ സിംറ്റംസ് തന്നെ നോക്കിയാൽ മതി. ആ സ്ഫിയർ ഓഫ് ആക്ഷൻ കൂടി ഒന്ന് ജസ്റ്റ് നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സ്ഫിയർ ഓഫ് ആക്ഷൻ നോക്കണത് ഒരിക്കലും നമ്മൾ എന്തിനു വേണ്ടി, ഇപ്പോൾ ഇതിന് സ്പെസിഫിക് എന്നുള്ള രീതിയിനേക്കാൾ ഉപരി ആ സ്ഫിയറിലും കൂടി മെഡിസിൻ ആക്ഷൻ ഉള്ളത്. ഇപ്പോൾ ബെൽഡോണിയം ബ്രയോണിയം ഒരുപോലെ നിൽക്കണം. ആ നിൽക്കുന്ന സമയത്ത് ആ സ്ഫിയറും കൂടി ചേർന്നുള്ളത് എടുത്താൽ ബെറ്റർ ആയിരിക്കും. അതാണ് ലെവൽ 2 എന്ന് പറഞ്ഞാൽ. ലെവൽ 3 എന്ന് പറയുമ്പോഴാണ് ശരിക്കും വന്ന് ഹനുമാൻ ആ മയാസം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വന്ന സ്ട്രഗ്ലിംഗ് പറയുന്നുണ്ടല്ലോ ആള്. മരുന്ന് കൊടുക്കുന്നു, രോഗം മാറുന്നു, വീണ്ടും വരുന്നു, അങ്ങനെ കടന്ന് കളിക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് ചിന്തിച്ചിട്ട് ഒരു സോറാത്തേരിയും മയാസം വരലൊക്കെ. അത് ലെവൽ 3 തൊട്ടാണ് ശരിക്കും ഒരു ആന്റിസോറിക് മെഡിസിൻസിന്റെ യൂസേജ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട വരുന്നത്. അപ്പൊ ലെവൽ 3 വരെയുള്ള ഡിസീസുകൾക്ക് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഡിസീസ് ഇന്റൻസിറ്റി ഒരു ഹൈ ലെവലിൽ കയറുന്നില്ല. പക്ഷെ ലെവൽ 4 തൊട്ട് ഒരു പ്രോബ്ലം എന്താ കാണുന്നത് വെച്ചാൽ, ലെവൽ 4 തൊട്ട് ഇപ്പൊ ഒരു ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഒരു പേഷ്യന്റ് വന്ന് ശ്വാസമുട്ടായിട്ട് വന്നതാണ്. അപ്പൊ അവർക്ക് വന്ന് നമ്മൾ നോക്കി സ്കോർ ചെയ്തപ്പോൾ വന്നത് സ്കോർ 24 ആണ് വന്നത്. അത് ലെവൽ 4 ലെവൽ 5 മാറുന്നതാണ് 24. അപ്പൊ ഇമ്മീഡിയറ്റ്ലി നമുക്ക് പറയാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ അതൊരു പ്രശ്നം പിടിച്ച കേസാണ്. നമുക്ക് ശ്വാസമുട്ടാണല്ലോ. അപ്പൊ ചെസ്റ്റിന്റെ CT എടുത്ത് നോക്കിയാൽ തന്നെ അറിയാൻ സാധിക്കുള്ളൂ. ഇസിനോഫിൽ കൗണ്ട് നോക്കിയപ്പോൾ ഏകദേശം ഒരു 600 ഇസിനോഫിൽ കൗണ്ടും ഉണ്ട്. IgE നോക്കുമ്പോൾ ഒരു 3000 പേഷ്യന്റ് ഉണ്ട്. വീസിങ് ഒന്നും അത്ര വീസിങ് ഇല്ല, കാരണം അവർ സ്റ്റിറോയിഡ്സ് സ്പ്രേ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട് ഒരാളൊക്കെ ആയിട്ട്. സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം വിചാരിക്കുക ഒരു സാധാരണ ശ്വാസമുട്ട് കേസ് പോലെ വിചാരിക്കുള്ളൂ. സിംറ്റംസ് ഇല്ല പേഷ്യന്റ് ഭയങ്കര ഹെൽത്തിയാണ്, കാര്യങ്ങൾ ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ ഇഷ്യൂസ് വന്നപ്പോൾ ഇത് കണ്ടത് മനസ്സിലായി, ഇത് എങ്ങനെയായിരിക്കുന്നു. ഞാൻ സ്കോറിങ് ചെയ്തില്ല, നമുക്ക് ഐഡിയ കിട്ടി. അപ്പൊ അവിടെ ക്ലിനിക്കൽ ഡോക്ടർ ഉണ്ട്. അപ്പൊ ഞാൻ ഡോക്ടർ പറഞ്ഞു സ്കോർ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അവർക്ക് പഠിക്കാൻ വേണ്ടി, ബിഗിനേഴ്സ് ആണല്ലോ, ബിഗിനേഴ്സിനാണ് എപ്പോഴും സ്ട്രഗ്ലിംഗ് വരിക. എക്സ്പീരിയൻസ് ഡോക്ടേഴ്സിന് ഓൾറെഡി കേസ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് എവിടെയാണ് പഠനമെന്നുള്ളത്. ചെയ്ത് വന്നപ്പോൾ ഈ സ്കോർ നമ്മൾ പറഞ്ഞ അതേ ഒബ്സർവേഷൻ ആണ് സ്കോർ ചെയ്യുമ്പോഴും വരുന്നത്. രണ്ടും തമ്മിൽ നല്ല സാമ്യതയിലാണ് വന്നേക്കണേ. അന്ന് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളെ എന്തായാലും നമുക്ക് ഇസിനോഫിൽ കൗണ്ട് ഒന്ന് കുറയട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഇസിനോഫിൽ കൗണ്ട് കുറഞ്ഞിട്ടില്ലെങ്കിൽ, കാരണം ലെവൽ 4 വെച്ചിട്ട് ഫ്രീക്വന്റ് ബ്ലഡ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ പാത്തോളജിക്കലോ അസസ്മെന്റ് ഫ്രീക്വന്റ് ആയിട്ട് ചെയ്യണം. അപ്പൊ ഞാനിത് ഇപ്പൊ ഒരു
ഒരു 6 മാസമായിട്ട് പേഷ്യൻ്റ് ആണ്. ഇപ്പം എൻ്റെ 6 മാസം 5 മാസമായിട്ട് പേഷ്യൻ്റ് ആണ്. പ്രിസ്ക്രിപ്ഷൻ കൊടുത്തു. പാത്തോളജിക്കൽ മെഡിസിൻസ് ആണ് കൊടുത്തിരുന്നത്. കൊടുത്തു കഴിഞ്ഞപ്പോൾ സിംറ്റംസ് നല്ല കുറവുണ്ട് പേഷ്യൻറ്റിന്. പക്ഷെ ഡീപ്പ് ഇൻസ്പിരേറ്ററി വീസും ഡീപ്പ് എക്സ്പിരേറ്ററി വീസും മാത്രമേ പ്രസന്റ് ഉള്ളൂ. അപ്പൊ ഡീപ്പ് ഇൻസ്പിരേറ്ററി വീസ് സാധാരണ ആൽവിയോലൈറ്റിസ് സിംറ്റം ആണ്. അപ്പൊ ആൽവിയോലൈറ്റിസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അത് ആദ്യം തൊട്ടേ ഉണ്ട്. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ എനിക്ക് ആകെ പേടിയുള്ളത് അത് വല്ല റെസ്ട്രിക്റ്റീവ് ലങ് ഡിസീസ് ആവുന്ന സംശയം മാത്രമേ ഉള്ളൂ. ഇസിനോഫിൽ അപ്പോൾ സിംറ്റംസ് കുറഞ്ഞു. പക്ഷെ ഇസിനോഫിൽ കൗണ്ട് നോക്കിയപ്പോൾ 800 എന്നുള്ളത് 1000 വരെ പോയി കൂടി. ഇസിനോഫിൽ കൗണ്ട് കൂടി, സിംറ്റംസ് കുറഞ്ഞു, അലർജി നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന ഒന്നുമില്ല. അപ്പൊ ഇന്നൊന്നും ചെയ്യുന്നില്ല, തരം മെഡിസിൻസ് കഴിക്കുക, ഇസിനോഫിൽ കൗണ്ട് കുറയട്ടെ. അത് നെഗറ്റീവ് ആണെന്ന് ഞാൻ വേറെ ചെയ്യില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം മെഡിസിൻസ് കൊടുത്ത് വന്ന് ഇപ്പോൾ ഒരു നോക്കിയപ്പോൾ കൗണ്ട് കുറഞ്ഞു. ഒരു 2 മന്ത്സിനുള്ളിൽ 1000 എന്നുള്ളത് ഒരു 510ലേക്ക് എത്തി. അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് അപ്പോഴും പക്ഷേ ഇസിനോഫിൽ കൗണ്ട് കുറയുമ്പോൾ സിംറ്റംസ് ഒരു മാറ്റമില്ല കേട്ടോ. ശ്വാസമുട്ടുണ്ട്, കിതപ്പുണ്ട്. ഞാൻ മരുന്ന് മാറ്റൂല്ല. ഞാൻ മരുന്ന് മാറ്റം ഉദ്ദേശിച്ചിട്ടില്ല, ചേഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടേ ഇല്ല. ഇതന്നെ കഴിച്ചാൽ മതി പറഞ്ഞ് 2 മാസം 3 മാസം കഴിഞ്ഞു. ലാസ്റ്റ് ഒരു മാസത്തിന് മുമ്പത്തെ, അത് ഇപ്പോൾ കഴിഞ്ഞ മാസം ഒരു 1 മന്ത് ആയിട്ടുണ്ടാവും, 1 മന്ത് കഷ്ടിയായിട്ടുണ്ടാവുള്ളൂ, 3 വീക്സ് ബിഫോർ. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ശരി, സിംറ്റംസ് ഇപ്പൊ എനിക്ക് ക്ലിയർ ആയി, കുറഞ്ഞു, സിംറ്റംസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, കാര്യം ചെയ്യാം. ഇസിനോഫിൽ കൗണ്ട് മാത്രം കുറയുന്നില്ല. അപ്പൊ ഒരു പാരസൈറ്റിക് ഇൻഫെസ്റ്റേഷൻസിലും ഇസിനോഫിൽ കൗണ്ട് കൂടി നിൽക്കാമെന്ന് വെച്ചിട്ട് വേംസൈറ്റ് ഒരു മെഡിസിനും കൊടുത്ത് മറ്റേ മെഡിസിനിൽ ഒരു മാറ്റവും വരുത്താതെ സെയിം കൊടുത്തു. അത് കഴിച്ച് സെക്കൻഡ് തൊട്ട് അവർ ഇൻഹേലർ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇൻഹേലർ അവർ ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ. ഒരു 3 വീക്സ് ആയി ഇൻഹേലർ യൂസ് ചെയ്തിട്ടില്ല. കിതപ്പില്ല, ഒരു ബുദ്ധിമുട്ടില്ല, ഒന്നുമില്ല. ശ്വാസം കൊണ്ട് മെഡിസിൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശ്വാസം കൊണ്ട് ഫുൾ മാറിയത് വേംസിന്റെ മെഡിസിൻ കൊടുത്തതിന് ശേഷമാണ്. അതിനിടയിൽ അപ്പൊ അവർക്കൊരു പാക്കേജിൽ ജിമ്മിൽ പോയിപ്പോൾ അവരോ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യിപ്പിച്ചു. പാക്കേജ് ആണെന്ന് അവർ ചെയ്തോളാം പറഞ്ഞു. ചെയ്തപ്പോൾ അന്ന് ഇസിനോഫിൽ കൗണ്ട് ഒന്ന് 250 ഇന്നലെയാണ് പേഷ്യനെ കണ്ടിട്ടുള്ളത്. അപ്പൊ അത് പെട്ടെന്ന് ഓർക്കാൻ കാരണം 258. പക്ഷെ ഇപ്പോഴും ആ ഡീപ്പ് ഇൻസ്പിരേറ്ററി വീസാണ് പ്രസന്റ് ആയി കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ക്ലിയർ ആവുണ്ടല്ലോ. അതായത് എന്ത് സംഭവം എന്ന് വെച്ചാൽ ഈ പേഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി അലർജി കംപ്ലൈന്റും അതുപോലെ തന്നെ ക്രോണിക് ബ്രോങ്കൈറ്റിസിന്റെ സിംറ്റംസും അതിന്റെ ഒപ്പം തന്നെ ഇസിനോഫിലിയം, ട്രോപ്പിക് ഇസിനോഫിലിയം 3ഉം ഒരേ സമയത്ത് പ്രസന്റ് ആയിരുന്നു. പേഷ്യന്റ് അതൊന്നും അവെയർ ആവാത്ത രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. പിന്നെ മൈൻഡ് അവർ പെർഫെക്റ്റ് ആണ്, വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല. കുറച്ച് എമ്പതായതിന്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടെന്ന് മാത്രം. അവ പറഞ്ഞു വരാൻ കാരണം അവർ ഈ ലെവൽ 4 ലെവൽ 5 ഇടയിൽ നിൽക്കുന്ന കാരണം നമുക്ക് ആ കേസ് ആ തരത്തിൽ മാനേജ് ചെയ്യാതെ നമ്മൾ ഫസ്റ്റ് മുതൽ തന്നെ ബ്ലാറ്റ ശ്വാസം മുണ്ട മെഡിസിൻസ് മാത്രം കൊടുത്ത് കുറച്ചുകൊണ്ട് നിർത്തിയാലും മാറി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോ നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് HRCT ടെസ്റ്റ് എടുത്തതിന് ശേഷം അവരുടെ പാത്തോളജി അസസ്മെന്റ് ചെയ്യാന്നുള്ളതാണ് ലെവൽ 4. ഇവരുടെ സ്കോർ 24. ലെവൽ 5 എന്ന് പറയുമ്പോൾ ശരിക്കും സിമിലിമം നോക്കണം, ഫുൾ കേസ് എടുക്കണം. അപ്പൊ സൈക്കോസൊമാറ്റിക് മേക്കപ്പ് ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞ പോലെ അവരുടെ ഫുൾ ആയിട്ടുള്ള കേസ് എടുത്ത് ഇനി അവരുടെ ഏതാണോ അവരുടെ സിമിലിമമായിട്ട് മെത്തോട്രയാങ്കിൾസ് വഴി ഡ്രഗ് വരുന്നത് ആ ഡ്രഗ് അവിടെ കൊടുക്കുമ്പോഴാണ് കേസ് പൂർണ്ണമായിട്ടും ക്യൂർ എന്ന ലെവലിലേക്ക് പോവുള്ളൂ. അപ്പൊ നമ്മുടെ ഇടം പ്രോട്ടോക്കോളിന്റെ കാൽക്കുലേറ്റർ സോഫ്റ്റ്വെയർ ആണ് ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ചേക്കണേ. അതിൽ ക്യൂറബിലിറ്റി ഇൻഡെക്സ് ഉണ്ട്, എത്രമാത്രം രോഗം മാറാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. അത് 57% ആണ് ഈ പേഷ്യന്റ് വന്നേക്കണേ. അപ്പൊ അതിന്റെ അർത്ഥം രോഗം മാറാനുള്ള ചാൻസ് 55%. നമ്മൾ ഏത് മെഡിസിൻ കൊടുത്താലും, ഈ ലെവൽ മെഡിസിൻ കൊടുത്താലും. സോ ക്യൂർ എന്നുള്ളതിനേക്കാളും ഉപരി ആ പേഷ്യൻസിന് ആ സിംറ്റംസ് ഇല്ലാത്ത ഇതിൽ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാനും പറ്റും. വല്ല അക്യൂട്ട് എക്സാസർബേഷൻ വരും മാത്രം കൺസൾട്ട് ചെയ്ത പോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ലെവൽ 5 കേസ് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വി ഹാവ് ടു ഗോ വിത്ത് ദ സിമിലിബം എന്നാണ് പറയുന്നത്. അപ്പോൾ സിമിലിബം എന്ന് പറയുമ്പോൾ ശരിക്കും ലെവൽ 1 തൊട്ടിന് സിമിലിബം വേണം കേട്ടോ. അല്ല, സിമിലിബം എല്ലാ ലെവലിലും വേണം. ലെവൽ 1 സിമിലിബം എന്ന് പറഞ്ഞാൽ സിംറ്റം മാത്രം മതി. ലെവൽ 2 ആകുമ്പോൾ സിംറ്റം വേണം, ഫിയർ ഓഫ് ആക്ഷനും വേണം. ലെവൽ 3 ആകുമ്പോൾ മയാസും കൂടി ആഡ് ആയാലും സിമിലിബം ആയി മാറുള്ളൂ. ലെവൽ 4ഉം അതുപോലെ തന്നെയാണ്. ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, അസസ്മെന്റ് ഫ്രീക്വന്റ് ആയിട്ട് നടക്കണം. ലെവൽ 5 ആകുമ്പോൾ വി ഹാവ് ടു ടേക്ക് ദ ഫുൾ കേസ്. അപ്പൊ പേഷ്യന്റിന്റെ നേച്ചർ, ക്യാരക്ടർ, ടെമ്പർമെന്റ് തൊട്ട് എല്ലാ കാര്യങ്ങളും കവർ ചെയ്താലാണ് അവിടെ വരുള്ളൂ. ലെവൽ 6 എന്ന് പറയുമ്പോൾ പാലിയേറ്റീവ് കേസ് എന്ന് പറയുന്ന ലെവലിലേക്കാണത് നീങ്ങുന്നത്. പാലിയേറ്റീവ് കേസ് എന്ന് പറയുമ്പോൾ ഈവൻ എന്താ പറയാ, നമ്മുടെ ബെസ്റ്റ് ഓഫ് ദി ഹോമിയോപ്പതി ലെവലിന്റെ അപ്പുറത്തേക്കും കടന്നു. അതാണ് ലെവൽ 6ക്ക് പോണത്. ഇതാണ് ഒരു പരിധി വരെ സപ്പർഷൻ എന്ന് പറഞ്ഞാൽ. അലോപ്പതി ട്രീറ്റ്മെന്റിൽ പോണ സമയത്ത് 1ഉം 2ഉം അവർക്ക് മാറ്റാൻ പറ്റുന്ന രോഗങ്ങളാണ്. ഹോമിയോപ്പതി വേണം നിർബന്ധമില്ല. ലെവൽ 3 എത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി മയാസ്മാറ്റിക് ഇൻഫ്ലുവൻസ് സ്റ്റാർട്ട് ചെയ്ത കാരണം ഹോമിയോപ്പതിക്ക് ഇന്റർവെൻഷൻ ഇല്ലാണ്ട് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ലെവൽ 3 ഓൺവേർഡ്സ്, ഇപ്പൊ ഒരു പേഷ്യന്റ് ലെവൽ 3 ഇപ്പൊ ഒരു ഡോക്ടറിനെ കണ്ട് കേസ് സപ്രസ് ആയ
അത് ലെവൽ 4ലേക്ക് പോകും. അവിടെ സപ്രസ് ആയ ലെവൽ 5ലേക്ക് പോകും. അവിടെ സപ്രസ് ആയ പാലിയേഷനിലേക്ക് പോകും. ഞാൻ പറഞ്ഞ ക്ലിയർ ആവുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഡോക്ടർമാര് അപ്പൊ കൃത്യമായി കേസ് മാനേജ് ആയില്ലെങ്കിൽ ഇത് പാലിയേഷൻ വരെ പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു ബിഗിനർ എന്ന ഡോക്ടർമാർക്ക്, പ്രധാനമായിട്ടും ഇപ്പോഴത്തെ ബിഗിനർ ഡോക്ടർമാർക്ക് ഇങ്ങനത്തെ ഒരു മുമ്പിലൊരു കേസ്, തലവേദനയോ പനിയല്ല, അക്യൂട്ടല്ല, ക്രോണിക്കില് തലവേദനയോ അതുപോലെ തന്നെ ശ്വാസം മുട്ടോ എന്ത് കാര്യം വരികയാണെങ്കിലും ആ അസുഖങ്ങള് എന്ത് ലെവലിലാണെന്ന് അറിഞ്ഞ് അത് ചികിത്സിക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡേർഡൈസ് ടൂളാണ് ഫിഡം പ്രോട്ടോകോൾ. ഇതാണ് എനിക്ക് ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ പറയാനുള്ളത്. ഓക്കെ, അച്ഛാ ഹലോ. അപ്പം അതിന് മാർക്ക് ഇടുന്നത് അത്യാവശ്യം പറഞ്ഞില്ലേ, 6 to 1 പറഞ്ഞു കൊടുത്തില്ലേ? 6 to 10 ലെവൽ 1, ഓരോ 5 മാർക്കാണ് ഓരോ ലെവല്. 10 വരെ ലെവൽ 1, 15 വരെ ലെവൽ 2, 20 വരെ ലെവൽ 3, 25 വരെ ലെവൽ 4, 30 വരെ ലെവൽ 5, 30 തൊട്ട് 36 വരെ ലെവൽ 6. എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി മനസ്സിലായി. അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു ജസ്റ്റ് സ്കോറിംഗ് സിസ്റ്റം ആണ്. ഇപ്പൊ നമുക്കൊരു ഐഡിയ, ഇതിപ്പോ നിങ്ങൾ എല്ലാവരും നമ്മുടെ മുമ്പിൽ കാണാം, നമ്മളൊരു ജസ്റ്റ് ഒരു മാർക്ക് കൊടുത്തു എന്ന് മാത്രം. അപ്പൊ ഏതൊരു കേസിനെയും രോഗത്തിനെ നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ അർത്ഥം. അപ്പൊ ഇവിടെ ഇന്നിപ്പോ നിങ്ങൾ 1, 2, 3 ഹിഡൻ പ്രോട്ടോകോൾ 1, 2, 3 എന്ന് പറയുമ്പോൾ ഉള്ളത് വരെ ഉള്ളത് ഞാൻ എല്ലാം വിട്ടു തന്നിരിക്കുന്നു. കാരണം നമുക്ക് എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചികിത്സിച്ച് പോരാൻ സാധിക്കും. പക്ഷേ ഈ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ അറിഞ്ഞു വെച്ചാലുള്ള ഗുണം എന്താ വെച്ചാൽ 3rd ലെവല് 4th ലെവൽ ആവാതെ ഇരിക്കാൻ, അതായത് റിവേഴ്സിബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ് 3rd ലെവല്. ഈ ഒരു കണ്ടീഷൻ ആരംഭിക്കുമ്പോൾ നമ്മളെടുത്ത് വരുന്ന ഒരു ക്രോണിക് ബ്രോങ്കൈറ്റിസ് ആയിട്ടൊരു പേഷ്യന്റ് 3rd ലെവലിലെ ഹിഡൻ പ്രോട്ടോകോൾ പ്രകാരമാണ് നിൽക്കുന്നതെങ്കിൽ അവരെ നമുക്ക് 2nd ലെവലിലേക്ക് കൊണ്ടുവരാം. 2nd ലെവലിൽ നിന്ന് 1ലേക്കും അവിടെ നിന്ന് അവർക്ക് പ്യുവർ ക്യൂർ കൊടുക്കാൻ സാധിക്കും. നേരെ മറിച്ച് നമ്മളിലുള്ള ട്രീറ്റ്മെന്റ് വിചാരിക്കുന്ന പോലെ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ അത് അഡ്വാൻസ് ചെയ്ത് 4th. കാരണം എന്താ വെച്ചാല് നമ്മുടെ കുറെ മെഡിസിൻസ് നമ്മൾ കൊടുക്കും അല്ലെ, ഇഷ്ടംപോലെ മെഡിസിൻ നമ്മൾ കൊടുക്കുമ്പോൾ രോഗം മാറിക്കഴിഞ്ഞാൽ പിന്നെ പൊതുവെ എല്ലാവരും അത് നെഗ്ലക്ട് ചെയ്യും. അപ്പൊ നമ്മൾ 3rd ലെവലും 4th ലെവലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇവിടെ 3rd ലെവലില് നമുക്ക് സിംറ്റം, പത്തോളജി, മയസം, ടെമ്പറമെന്റ് എക്സിറ്റയാണ് നമുക്ക് ആവശ്യം. നേരെ മറിച്ച് 4th ലെവലിലേക്ക് കടക്കുമ്പോൾ അവിടെ ലാബ് ഇൻവെസ്റ്റിഗേഷൻസും അതോടനുബന്ധിച്ച സംഗതികളും വരണം. അപ്പൊ സാധാരണ ഇന്നിപ്പോ നമ്മൾക്ക് എല്ലാവർക്കും, മിക്കവാറും എല്ലാവരും അലോപ്പതിയൊക്കെ കുറെ കഴിഞ്ഞിട്ടാണ് ഹോമിയോപ്പതി ഡോക്ടർമാരുടെ അടുത്ത് എത്തുക. അപ്പൊ 4th ലെവലിൽ എത്തുന്ന കേസുകൾ മിക്കവാറും പരിശോധനകളൊക്കെ കഴിച്ച് ഒരു ബണ്ടില് അവരുടെ കടലാസും കൊണ്ടാണ് അവർ വരിക. വരുന്ന സമയത്ത് അവർ വ്യക്തമായിട്ട് COPD എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്ത് വന്നിട്ടുണ്ടാവും. ഇതാണല്ലോ നമുക്ക് 4th ലെവലിൽ നമ്മുടെ കിട്ടുക. ഈ 4th ലെവലിൽ കിട്ടുന്ന സമയത്താണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ഒരു പ്രത്യേക കുറെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം 4th ലെവൽ ട്രീറ്റ് ചെയ്യാൻ. അത് അതിന് മുമ്പ് 3rd ലെവൽ ട്രീറ്റ്മെന്റ് നമുക്ക് നല്ലൊരു ശതമാനം ഹോമിയോ ഡോക്ടേഴ്സിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അവിടെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം? അവിടെ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം? സിംറ്റം നോക്കണം, പാത്തോളജി നോക്കണം, മയസം നോക്കണം, പിന്നെ ടെമ്പറമെന്റ്, അതിനോടനുബന്ധിച്ച കാര്യങ്ങൾ. അപ്പൊ ഇത്രയും കാര്യം നമ്മൾ നോക്കിയാലാണ് 3rd ലെവല് കവർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവർക്ക് നമ്മളിപ്പോ ഇപ്പൊ COPD കേസ് ആണെന്ന് വെച്ചാൽ ക്രോണിക് ബ്രോങ്കൈറ്റിസ് കുറെ ലോങ് ലാസ്റ്റിംഗ് ആണെങ്കിൽ നമ്മളിങ്ങനെ ഏതൊക്കെ സിംറ്റം ഒന്ന് ഗ്യാദർ ചെയ്യാന്ന് വെറുതെ ഒരു ലിസ്റ്റ് ചെയ്യാൻ തരാം. ആ ലിസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ. ആദ്യം കംപ്ലൈന്റ് ഇൻ ഫുൾ, നമ്മളെ രോഗത്തിനെ പറ്റിയുള്ള വ്യക്തമായ ഒരു കാര്യം എഴുതണം. അതെന്തിനാണെന്ന് അറിയാലോ? അതായത് അതിന്റെ എപ്പോൾ തുടങ്ങി, എങ്ങനെ തുടങ്ങി, HPC എല്ലാം ഉള്ള ഒരു കംപ്ലീറ്റ് കേസ്. രണ്ടാമത് നമ്മൾ എടുക്കുന്നത് മൊഡാലിറ്റീസ് ആണ്. സെക്കൻഡ് ഈസ് മൊഡാലിറ്റീസ്. മൊഡാലിറ്റീസ് നമ്മൾ എന്തിനാ എടുക്കണം വെച്ചാൽ അത് ഒരാൾ ഇരിക്കുന്ന പൊസിഷൻ അറിയാം, കിടക്കുമ്പോൾ കൂടും, ചിരിക്കുമ്പോൾ കൂടുന്നൊക്കെയുള്ള കുറെ പൊസിഷൻ, ദാറ്റ് ഈസ് മൊഡാലിറ്റീസ് ദാറ്റ് വി ക്യാൻ ടേക്ക്. കാലാവസ്ഥ എല്ലാം നമുക്ക് എടുക്കാം. മൂന്നാമത് നമ്മൾ എടുക്കേണ്ടത്, ഞാൻ കുറച്ച് ഗ്യാദർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, കോൺകോമിറ്റൻസ്. കോൺകോമിറ്റൻസ് നോക്കാം.
ഈ കൺകോമിറ്റൻസ് നോക്കാൻ പറഞ്ഞത് ഇപ്പൊ തേർഡ് ലെവലിലെ ഒരു കേസ് ആണെങ്കിൽ അതോടനുബന്ധിച്ച് നിൽക്കുന്ന കൺകോമിറ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഈ ലങ്ങിന്റെ കംപ്ലൈന്റ് ഒക്കെ വരുമ്പോഴേ ഓക്സിജൻ, അതായത് ഗേഷ്യസ് എക്സ്ചേഞ്ചിനോട് ബന്ധപ്പെട്ടതായതുകൊണ്ട് പല രോഗങ്ങൾക്കും വേറെ രോഗങ്ങൾക്കും സാധ്യതകൾ ഉള്ളതാണ്. അപ്പൊ മൾട്ടിപ്പിൾ ഓർഗൻ സിസ്റ്റം ഇൻവോൾവ്മെന്റ് ഒക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് അതിനെ നമ്മൾ പരിഗണിക്കാൻ കോൺകോമിറ്റന്റ് സിംറ്റം വരുമ്പോൾ ഒരു ചെറിയ ശ്രദ്ധ അവിടേക്ക് നമ്മൾ കൊടുക്കണം. അപ്പൊ കോൺകോമിറ്റന്റ് സിംറ്റം എടുക്കുമ്പോൾ കഫിന്റെ ക്യാരക്ടർ എടുക്കാം, എക്സ്പെക്ടേഷൻ നേച്ചർ എടുക്കാം, അതിന്റെ ആങ്സൈറ്റി, അവരുടെ എല്ലാ കണ്ടീഷനും നമുക്ക് എടുക്കാം. അടുത്തത് നമ്മൾ ജനറൽസ് ആണ്. ജനറൽസ് എടുക്കുമ്പോൾ നമ്മൾ അവരുടെ തെർമൽ സ്റ്റേറ്റിലെ ജനറൽസ് എടുക്കുക. എല്ലാവർക്കും അറിയാലോ ജനറൽസ് എന്ന് പറഞ്ഞാൽ തെർമൽ സ്റ്റേറ്റ്, തേഴ്സ്റ്റ്, സ്ലീപ്പ് പൊസിഷൻ ആൻഡ് ഡിസ്റ്റർബൻസ്, ആപ്പറ്റൈറ്റ്, എനർജി പാറ്റേൺ ത്രൂ ദ ഡേ. എല്ലാ ദിവസവും എങ്ങനെയാണ്, നല്ല ഉന്മേഷത്തിലാണോ അല്ലേ എന്നുള്ള എനർജി പാറ്റേൺ. ഇതെല്ലാം നമ്മളൊരു ജനറൽ പേഷ്യന്റ് വരുമ്പോൾ നല്ല ആക്റ്റീവ് ആണെന്ന് കണ്ടാൽ തന്നെ നമുക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റും. അടുത്ത് നോക്കേണ്ടത് പാസ്റ്റ് ഹിസ്റ്ററി. ഇപ്പൊ പാസ്റ്റ് ഹിസ്റ്ററി നോക്കുമ്പോൾ എന്താണ്, ഈ പാസ്റ്റ് ഹിസ്റ്ററിയിൽ റിക്കറന്റ് ടെൻഡൻസി നോട്ട് ചെയ്യണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ, സ്ലോ ആക്കണമെങ്കിൽ പറയാട്ടോ. ഇപ്പൊ കുഴപ്പമില്ലല്ലോ, എഴുതിക്കോളൂ. അപ്പം തെർമൽ സ്റ്റേറ്റ് ഇപ്പൊ ജനറൽസ് നോക്കി പാസ്റ്റ് ഹിസ്റ്ററി നോക്കുമ്പോൾ ചെസ്റ്റ് ഇൻഫെക്ഷൻ തന്നെ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ ഒരാൾക്ക് ഇപ്പൊ ഒരു ന്യൂമോണിയ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് ആ ചുമ മാറിയില്ല, അത് കുറെ നാളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ അതിനിടയിൽ ഇയാളുടെ അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ പാസ്റ്റ് ഹിസ്റ്ററി, എവരി ചെസ്റ്റ് ഇൻഫെക്ഷൻ, പിന്നെ ഹൗ ഇറ്റ് വാസ് ട്രീറ്റഡ്, അതിൽ ആന്റിബയോട്ടിക്സ് ആണോ, സ്റ്റെറോയിഡ്സ് ആണോ, ഇൻഹേലേഴ്സ് ആണോ, എല്ലാം നമ്മൾ നോക്കാൻ ബാധ്യസ്ഥരാണ്. ഇതിനൊക്കെ മനസ്സിലാക്കാനുണ്ട് കേട്ടോ. ഓരോ കാര്യത്തിനെയും പറഞ്ഞാൽ ഇന്നൊന്നും തീരില്ല. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ ഇത് പോയിന്റ് കയ്യിൽ വെച്ചുകൊണ്ട് അവരവരുടെ രീതിയിൽ ചിന്തിക്കുക. പിന്നെ സംശയങ്ങൾ വരുമ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്ത് പോവാം. അടുത്തത് ഫാമിലി ഹിസ്റ്ററി. ഫാമിലി ഹിസ്റ്ററി വരുമ്പോൾ എന്താണ്, പാരൻസ്, വാട്ട് പാരൻസ്, ഗ്രാൻഡ് പാരൻസ്, ഇവരുടെയൊക്കെ അസുഖങ്ങള്, മരിച്ചവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ എടുക്കുന്നത് അതിനൊക്കെയാണ്. അതുപോലെ അടുത്തത് വരുന്നത് പേഴ്സണൽ സോഷ്യൽ, അതായത് പേഴ്സണൽ ആയിട്ടുള്ളത് വെച്ചാൽ അയാളുടെ ജോലി, അയാളുടെ ഹാബിറ്റ്സ്, ഇതെല്ലാം പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുപോലെ നോക്കുക. അടുത്തത് പ്രസന്റ് മെഡിസിൻസ്, ഇപ്പൊ ഉപയോഗിക്കണ മരുന്ന്. ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ തേർഡ് ലെവലിലോ വരുന്ന, തേർഡ് ലെവൽ എന്നല്ല, മയസത്തിൽ നമ്മൾ ലാബ് ഇൻവെസ്റ്റിഗേഷന് മുമ്പുള്ള ഒരു ക്രോണിക് ബ്രോങ്കൈറ്റിസ് ട്രീറ്റ് ചെയ്യാണ് എന്ന് സങ്കല്പിച്ചാൽ മതി. അതായത് ചുമ മാറാണ്ട് കുറെ വിട്ടുമാറാത്ത ചുമയായിട്ട് നമ്മളെടുത്ത് വരുന്ന ഒരാള്, അല്ലെങ്കിൽ ഇവര് ചുമയ്ക്കുമ്പോ എങ്ങനെ പ്രത്യേകത, ഇതിനൊക്കെ ശ്വാസം മുഴുവൻ കിട്ടില്ല, കിട്ടുമ്പോ തന്നെ അവർക്ക് മുഴുവൻ പറയാവുന്ന കണ്ടീഷനിലേക്കൊക്കെ പോകും. അപ്പൊ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനുണ്ട്, തിരിച്ചെടുക്കാനുണ്ട്, അത് കാർഡിയാക് ഇൻവോൾവ്മെന്റ് നോക്കാനുണ്ട്, എഡീമ നോക്കാനുണ്ട്, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ബിഫോർ ദാറ്റ് ഇഫ് യു ആർ ഗെറ്റിംഗ് എ പേഷ്യന്റ് ഓഫ് ദിസ് തേർഡ് ലെവൽ ബ്രോങ്കൈറ്റിസ്, അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല, ഇയാളെ ഏതാണ്ട് ക്രോണിക് ബ്രോങ്കൈറ്റിസ് പേഷ്യന്റ് ആണ്. അപ്പൊ ക്രോണിക് ബ്രോങ്കൈറ്റിസ് പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കും? ക്രോണിക് ബ്രോങ്കൈറ്റിസ് പേഷ്യന്റ് ആണെങ്കിൽ നമ്മളിപ്പോൾ എടുക്കുമ്പോൾ അയാൾ പറയുന്നത് ചുമയാണ് അയാളുടെ സിംറ്റം പറയുക. അപ്പൊ കഫ് എടുക്കുമ്പോൾ കഫിന്റെ കുറെ ക്യാരക്ടർ നമുക്ക് എടുക്കാൻ പറ്റും. ചുമയ്ക്കുമ്പോൾ അതോടൊപ്പം ഉണ്ടാവണം, ചുമയ്ക്കുമ്പോൾ വേദന ഉണ്ടാവും, വേദനയ്ക്ക് എക്സ്റ്റൻഷൻ ഉണ്ടാവും, ചുമയ്ക്കുമ്പോൾ വരുന്ന കുറെ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ എക്സ്റ്റൻഷൻസ്, അതിന്റെ പെയിൻ, അപ്പൊ അതോടനുബന്ധിച്ച് നിൽക്കുന്ന കംപ്ലൈന്റ്. പിന്നെ ഏതൊരു കംപ്ലൈന്റിനും ഒരു പ്രത്യേകിച്ച് നമ്മൾ ഫിസിക്കൽ സ്റ്റാറ്റസ് നോക്കണ സമയത്ത് ഈ ചുമ തുടങ്ങിയിട്ട് നിൽക്കുന്നില്ല, ഇങ്ങനെ ക്ഷയിച്ചു കൊണ്ടേയിരിക്കുകയാണെങ്കിലോ, ആള് ആദ്യം ചുമ തുടങ്ങിയ സമയത്തുള്ളതിലും ക്ഷീണിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെല്ലാം ഒരുമിച്ച് നമ്മളിങ്ങനെ അസസ് ചെയ്ത് പോകണം. അപ്പൊ ഒരു ചുമ എത്ര നാളായി, ഇന്ററപ്റ്റഡ് ആണ്, എങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ നോക്കി വരുമ്പോൾ ആ വരുന്നതിനെ നല്ലവണ്ണം വിലയിരുത്താൻ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ ചുമയോടൊപ്പം വരുന്ന കൺകോമിറ്റന്റ് സിംറ്റംസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. കാരണം ഈ ചുമ വരുമ്പോൾ പലതരത്തിലും ചുമ വരാം അല്ലേ. there are enough causes for the occurrence of this cough. അപ്പൊ therefore before achieving a diagnosis we must understand that whether in which status that cough stands, ആ ചുമ എങ്ങനെ സ്റ്റാൻഡ് ചെയ്യണു എന്ന് നോക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം. കാരണം ഈ ചുമ എന്ന് പറയുമ്പോൾ കഫ് ഈസ് ഓൺലി എ റിഫ്ലെക്സ്, നമ്മുടെ ബോഡിയിൽ നിന്ന് ഇറിറ്റന്റ് കളയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ഇഫ് ഇറ്റ് ഈസ് പെർസിസ്റ്റിംഗ്, അത് നാസൽ ഒറിജിൻ ആവാം, ഫാരഞ്ചൽ ഒറിജിൻ ആവാം, ലാരഞ്ചൽ ഒറിജിൻ ആവാം, ട്രക്കിയൽ ആവാം, ബ്രോങ്കിയൽ ആവാം,
പൾമിനറി ആവാം. അപ്പൊ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കഫ് എക്സിബിറ്റ് ഇൻ ഡിഫറെന്റ് സൗണ്ട്സ്, ഡിഫറെന്റ് സഫറിങ്സ്. അപ്പൊ വി ഹാവ് ടു, നമുക്ക് ചുമയുടെ ശബ്ദം കേൾക്കുമ്പോ അല്ലെ, ചുമയുടെ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാവും. ചുമച്ച് നമുക്ക് കോക്കസ് ഒക്കെ ചുമച്ച് ഛർദിക്കുന്നവരുണ്ട്. ചുമക്കുന്നതോടൊപ്പം തന്നെ ആ ഒരു സിംറ്റം, ഇങ്ങനെ പെയിൻ എന്നൊക്കെ പറയും. നമ്മൾ ആ ഒരു സിംറ്റം വെച്ച് നമ്മളൊരു റെമഡി കൊടുത്ത് സക്സസ് ആണെങ്കിലും നിങ്ങൾ അത് ഏത് മരുന്നാണ് വരണേ എന്ന് നോക്കിയാലും അത്യാവശ്യം ബാക്കിയുള്ള ഡയഗ്നോസിസിനും സാധിക്കും. അതും പറ്റിയാൽ ഞാൻ 2-3 പറഞ്ഞുതരാം. അപ്പൊ എന്തായാലും നമ്മൾ കഫിന്റെ ചുമ വരുന്നു. ഈ ചുമ വരുന്ന ആൾക്ക് ഇയാളുടെ ക്യാരക്ടർ, അപ്പൊ കഫിന്റെ ക്യാരക്ടർ എടുത്തു, എക്സ്പെക്ടേഷന്റെ ക്യാരക്ടർ എടുത്തു, അതിന്റെ എല്ലാത്തിനെയും അതിനെ നേച്ചർ ചെയ്തു. രണ്ടാമത്തെ, ഈ ചുമയ്ക്ക് എപ്പോഴും നമ്മളെപ്പോഴും മൊഡാലിറ്റി നമ്മൾ നോക്കൂ അല്ലെ. മൊഡാലിറ്റി നോക്കുന്നത് രാവിലെയാണോ, ഉച്ചയ്ക്കാണോ, രാത്രിയാണോ, തണുപ്പാണോ, ചൂടാണോ, ഇങ്ങനെയുള്ള മൊഡാലിറ്റി നോക്കും. ഈ മൊഡാലിറ്റിക്ക് ജനറൽ ആയിട്ട് ത്രൂ ഔട്ട് എഫക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള മൊഡാലിറ്റിക്ക് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഇപ്പൊ നമ്മൾ എപ്പോഴും ആദ്യം തന്നെ കഫിന്, ഞാനൊക്കെ പറയുമ്പോൾ ലങ്സിന്റെ പോസ്റ്ററും കൂടി കണക്കിലെടുക്കും. കാരണം ലങ്സിൽ കഫം കെട്ടിക്കിടന്ന ഇറക്റ്റ് പോസ്റ്ററിൽ കഫം താഴത്തെ ലെവലിലാണെങ്കിൽ മലന്ന് കിടക്കണ നേരത്ത് ദാറ്റ് ഈസ് ഇൻ ദ ഹൊറിസോണ്ടൽ പോസ്റ്റർ. അപ്പോൾ കഫത്തിന്റെ ലിക്വിഫാക്ഷൻ അനുസരിച്ച് അതിൽ വേരിയേഷൻ. ഇപ്പൊ നമുക്കറിയാം ശ്വാസം മുട്ട് വരുന്ന ആൾക്കാർ പറയും കറക്റ്റ് 3 മണിക്ക് എഴുന്നേക്കണം. നമ്മുടെ കയ്യിൽ മൊഡാലിറ്റിയിൽ മെഡിസിൻ ഉണ്ട്, നോ ഡൗട്ട്. അപ്പൊ 3 AM എഴുന്നേക്കണം എന്ന് പറഞ്ഞ ആൾക്ക് ഞാൻ മരുന്ന് കൊടുക്കുക എങ്ങനെയാ വെച്ചാൽ 3 AM എഴുന്നേറ്റു, ഓക്കെ. അപ്പൊ നമുക്ക് ആഴ്ചനിക്കാൽപ്പൊക്കെ ആണെങ്കിലും ഐ എം അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് പേഷ്യന്റ്, ഞാൻ മനസ്സിലാക്കുന്ന പേഷ്യന്റില് 3 മണിയാകുമ്പോഴേക്ക് ഈ കഫം ചുമ വരുന്ന കറക്റ്റ് ഭാഗത്ത് വരുമ്പോൾ ചുമ വരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വി ആർ ഗിവിംഗ് ദാറ്റ് റെമഡി. ഒരു മെഡിസിൻ ഇപ്പൊ ആഴ്ചനിക്കാൽപ്പാണ് നമ്മൾ കൊടുക്കണമെങ്കിൽ ആഴ്ചനിക്കാൽപ്പ് കൊടുത്തു. പിറ്റേ ദിവസവും ഈ നമ്മൾ കൃത്യമായി ചെയ്ത ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ദ നെക്സ്റ്റ് ഡേ ദാറ്റ് വിൽ ബി അറ്റ് 4 AM. കൃത്യമായി കൊടുത്താൽ ഒരു സംശയവും. ബിക്കോസ് ഐ ഹാവ് ട്രീറ്റഡ് മച്ച് കേസസ് ഓഫ് ആസ്മ ലൈക്ക് ദീസ്. വെറുതെ കൊടുക്കുന്ന വരും 3-4 AM. പിന്നെയും കൊടുത്താൽ ഈ 4 AM മൊഡാലിറ്റി നോക്കേണ്ട ആവശ്യം. ഈ കഫത്തിനെ ലിക്വിഫൈ ചെയ്യാനുള്ള മെഡിസിനും കൂടി നമ്മൾ കൊടുക്കണം. അതായത് കഫം ഇളകി പോരുന്നു. കഫം ഇളകി പോരുന്നതോടുകൂടി നമ്മൾ പോസ്റ്ററും കൂടി ഞാൻ അനലൈസ് ചെയ്യാറുണ്ട്. ആ പോസ്റ്റർ അനലൈസ് ചിലപ്പോൾ എല്ലാവർക്കും പറ്റിക്കോളാം. പോസ്റ്റർ അനലൈസ് ചെയ്യുന്നതിൽ ഇവരുടെ വെർട്ടിബ്രൽ കോളത്തിന്റെ പോസ്റ്ററും കൂടി കണക്കിലെടുത്തിട്ട് ലങ്ങിന്റെ പോസ്റ്റർ ഏത് തരത്തിലായിരിക്കും, അപ്പൊ ലോവർ ലോബിലാണോ കഫം, മിഡിൽ ലോബിലാണോ, അപ്പർ ലോബിലാണോ എന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്ന തരത്തിൽ തീർച്ചയായിട്ടും ഒരു 10-12 ദിവസം, 12 days മാക്സിമം, കറക്റ്റ് 7 മണിയാകുമ്പോഴേക്ക് ചുമ വരുള്ളൂ. 7 മണിയാകുമ്പോഴേ ആൾ ഉറങ്ങിക്കൊള്ളി, അവർക്ക് എഴുന്നേക്കാൻ പറ്റും. തീർച്ചയായിട്ടും അതിനുശേഷം ശ്വാസം. അപ്പൊ ശ്വാസം മുട്ട് വരുന്ന ഒരു രോഗിയോട് എനിക്ക് പറയാനുള്ളത്, 3rd ലെവലിലാണെങ്കിൽ ഇഫ് യു ആർ ട്രീറ്റിംഗ്, നമ്മൾ മറ്റേ ഇൻഹേലറോ മറ്റൊന്നും ഉപയോഗിക്കാതെ എടുക്കുകയാണെങ്കിൽ ഈ 10-15 ദിവസം കൊണ്ട് തന്നെ ആ ശ്വാസം മുട്ടിന് വളരെ ഒരു മാറ്റം വരും. പക്ഷെ അതിൽ വേറെ കാര്യമുണ്ട്, നമ്മളുടെ എനി ഓബ്സ്റ്റക്കിൾസ് ഇൻ ദ വേ ഓഫ് റിക്കവറി. അപ്പൊ അവരെ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർ, മറ്റുള്ള കണ്ടീഷൻസ്, ഡയറ്റ് ഏതെങ്കിലും വ്യത്യാസം വരില്ലെങ്കിൽ അതിനെ കൂടി കൺസിഡർ ചെയ്യണം. അപ്പൊ നമുക്കിവിടെ എന്ത് ചെയ്യണം? കഫം വരുന്ന ഒരു പേഷ്യന്റിൽ ആരോഗ്യം ഉണ്ടാകും, അതായത് ക്ഷീണമുള്ള ആളാണോ, ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്ന ആളാണോ, ഏത് തരത്തിലുള്ള ജോലിയാണ് ചെയ്യുന്നത്, അലർജിക് പോസിബിലിറ്റീസ് ഉണ്ടോ, പേഷ്യന്റ് ഫീസ് നേരത്തെ പറഞ്ഞ പോലെ അലർജിക് പോസിബിലിറ്റീസ് ഉണ്ടോ, ഈ അലർജിക് പോസിബിലിറ്റീസ് ഉള്ള ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ അതെങ്ങനെയൊക്കെയാണ്. അപ്പൊ അതാണ് നമ്മൾ ഈ കേസ് എടുക്കുമ്പോൾ എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ആ മെഡിസിനിലേക്ക് നമ്മൾ കടക്കാൻ. അപ്പൊ നമുക്കറിയാം അവിടെ കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ ഗ്രൻഡേലിയയുടെ ആക്ഷൻ നമുക്കറിയാം, അതുപോലെ സെനേഗയുടെ ആക്ഷൻ നമുക്കറിയാം, അതുപോലെ ജസ്റ്റീസിയ, സെനേഗ, ഗ്രൻഡേലിയ, ആസ്പിഡോസ്പെർമ, അറേലിയ, ഇതെല്ലാം ഫിസിയോളജിക്കലായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഫിസിയോളജിക്കലായിട്ട് ഉപയോഗിച്ചാൽ കഫത്തിനെ ലിക്വിഫൈ ചെയ്യാൻ ഉപയോഗിക്കാം, കഫത്തിന്റെ വർധനവിനെ കുറയ്ക്കാൻ പറ്റും, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോ ഈ മരുന്നിൽ നമ്മളിപ്പോ അറേലിയാണ് വന്നേ എങ്ങനെ വെച്ചാൽ, അറേലിയയുടെ സിംറ്റം വരുമ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്ത് ഈ 3rd ലെവലിലാണ് പറഞ്ഞത്. 3rd ലെവലിലാണെങ്കിൽ അറേലിയയുടെ സിംറ്റം ഒന്ന് മാറിയെങ്കിലും ഒരു കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം, ആ പേഷ്യന്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ മയസം നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചിരിക്കണം. കാരണം ഇത് ഒരു റിക്കറന്റ് ബ്രോങ്കൈറ്റിസ് ആണ്. പല പ്രാവശ്യമായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പല ഒക്കേഷനിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പല കാരണങ്ങളും അതിലുണ്ടാവും, പലതും അതിനോടനുബന്ധിച്ചുണ്ടാവും. ഇതെല്ലാം ഉണ്ടെങ്കിലും ഒരു ഫണ്ടമെന്റൽ കോസ് അല്ലെങ്കിൽ ഒരു മെയിൻറ്റെയിനിങ് കോസ് അല്ലെങ്കിൽ എക്സൈറ്റിംഗ് കോസ് അതിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഫണ്ടമെന്റൽ കോസിലേക്ക് കടക്കുന്നതിന് മുമ്പ് HPCയിലെ കോസിനെ കണക്ക് എടുക്കും വേണം. ഇഫ് വി ആർ ഗെറ്റിംഗ് എ റിലീഫ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് ക്യൂറിംഗ് പ്രോപ്പർലി, അറ്റ് ദാറ്റ് ടൈം anti-miasmatic treatment is required.
അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അവിടെ നമ്മൾ സോറിനാണോ മെഡോറിനാണോ ട്യൂബർക്കുലിനാണോ ഏതാണോ ഉപയോഗിക്കേണ്ടത് അത് നമ്മൾ ഇന്ററപ്റ്റ് ചെയ്താൽ അൺനെസസറി ആയിട്ട് കേസ് വലിച്ചു പോയിട്ട് വരും. അപ്പൊ നമ്മളവിടെ ഈ കണ്ടീഷൻ അപ്പൊ എപ്പോഴാണ് മയസ്മാറ്റിക് ട്രീറ്റ്മെന്റ് വേണ്ടേ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വെറുതെ കരുതി നമ്മളിപ്പോ മയസ്മാറ്റിക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് പകരം if you are giving a remedy according to the symptom and if it is in complete form which possesses its location, sensation, modality and concomitants, definitely we will be able to understand a drug from which we are selecting and we are providing it. കൊടുക്കണം. കൊടുത്തു കഴിയുമ്പോൾ we are getting relief, but it is not fully complete ആയിട്ട് മാറിയിട്ടുണ്ടാവില്ല. കുറച്ച് ബാക്കിയുണ്ടാവും. ആ കുറച്ച് ബാക്കി വരുന്ന സമയത്ത് that indicates that a miasmatic balancing may be required. ആ സമയത്ത് നമ്മൾ ഒരു മറ്റേ മയസ്മാറ്റിക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട സമയമാണത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ എല്ലാവർക്കും? ഇവിടെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് വരുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ മയസ്മാറ്റിക് ട്രീറ്റ്മെന്റ്. അപ്പം തേർഡ് ലെവലില് ഏതൊരു പേഷ്യന്റ് വരണ സമയത്തും ഈ മയസ്മാറ്റിക് ട്രീറ്റ്മെന്റ് ഒരു ആന്റി കൊടുത്തില്ലെങ്കിൽ ഈ പോസിബിലിറ്റീസ് ബുദ്ധിമുട്ടാണ്. ഈ തേർഡ് ലെവലിലെ ട്രീറ്റ്മെന്റിൽ തന്നെ ഇവര് ചിലപ്പോൾ ആദ്യം തന്നെ ഇൻഹേലർ ഉപയോഗിക്കാൻ തുടങ്ങും. ചിലപ്പോൾ ഇൻഹേലർ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ സിസ്റ്റം കംപ്ലീറ്റ് മാറിപ്പോയി. കാരണം ഈ ബ്രോങ്കോ ഡയലറ്റൻസ് ഉപയോഗിക്കുമ്പോൾ ബ്രോങ്കിയൽ ട്യൂബ് ഡയലേറ്റ് ചെയ്യുമ്പോൾ കഫം ശരിക്ക് മുന്നോട്ട് പോകും. ആ കഫം പോകാൻ വേണ്ടി ഡയലേറ്റ് ചെയ്യണ സമയത്ത് ആ ബുദ്ധിമുട്ട്, അതായത് കഫം പോകാനുള്ള ബുദ്ധിമുട്ട് തീരുമ്പോൾ ആവർത്തിച്ച് വരുമ്പോൾ ഈ ബ്രോങ്കിയൽ ട്യൂബിന്റെ റിക്കറൻസ് ഡയലറ്റേഷൻ കോസസ് ലൂസിങ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ഇലാസ്റ്റിക് റിക്കോയിലിംഗ് കപ്പാസിറ്റി ഒക്കെ കുറഞ്ഞേക്കാം. അപ്പൊ നമ്മൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്യിപ്പിക്കാതെ കുറച്ച് ചുമ വന്നാലും ആദ്യം മനസ്സിലാക്കേണ്ട ചുമ വന്നാലും കഫക്കെട്ട് എന്ന് പറയും. ശ്വാസം മുട്ടുന്ന കഫക്കെട്ട് എന്ന് പറയും. അത് വിചാരിച്ച് ശ്വാസം മുട്ട് തന്നെ ബ്രോങ്കിയൽ ആസ്മ, അങ്ങനെ കുറെ ആസ്മകളുണ്ട്. ദാറ്റ് യു ഷുഡ് ബി ഐഡന്റിഫൈഡ് എനിവേ ദാറ്റ് ഈസ് എ ക്രോണിക് ബ്രോങ്കൈറ്റിസ്. ഇറ്റ് കംസ് ടു യു വിത്ത് COPD. അപ്പോൾ ഈ കണ്ടീഷനിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ തേർഡ് ലെവലിൽ ട്രീറ്റ് ചെയ്താൽ ഇത് റിവേഴ്സിബിൾ ഫോമിൽ തന്നെ തീർച്ചയായിട്ടും സെക്കൻഡ് ലെവലിൽ നിന്ന് ഫസ്റ്റ് ലെവലിലേക്കും പോയി കംപ്ലീറ്റ് ക്യൂർ നമുക്ക് പോസിബിൾ ആണ്. യാതൊരു സംശയമില്ലാത്ത അപ് ടു തേർഡ് ലെവൽ. ഈ തേർഡ് ലെവലിലെ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നത് മറ്റേ ഡ്രഗിങ് മെഡിസിൻസ് കഴിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഹിസ്റ്ററി, അവരുടെ ഹാബിച്വലായിട്ടുള്ള പെരുമാറ്റങ്ങൾ, ഇതെല്ലാം ഇതിനെ ബാധിക്കുന്നതാണ്. അപ്പൊ ഈ തേർഡ് ലെവല് കൃത്യമായി ചികിത്സിച്ചില്ല എന്ന് വിചാരിക്കുക. നമ്മൾ മരുന്നൊക്കെ കൊടുത്തു, മയസ്മാറ്റിക് ട്രീറ്റ്മെന്റ് ഒന്നും കൊടുത്തില്ല. ഇയാളിപ്പോ ഇവിടെ ജോലി ചെയ്ത ഒരാളാണ്. നമ്മളുടെ അടുത്ത് ചികിത്സിച്ചുകൊണ്ടിരുന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇയാൾ ഇവിടുന്ന് പോയി വേറെ സ്റ്റേറ്റിൽ പോയി ജോലിക്ക് പോയി. ആ ടച്ച് വിട്ടു. പിന്നെ വേറെ ഡോക്ടറെ പരിചയമായവരിലൊക്കെ അവർ പിന്നേക്ക് വെക്കും. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ സിറ്റുവേഷൻസ് ഇയാൾ ചിലപ്പോൾ ഒരു ക്യാരക്ടർ മാറാൻ, ഡയറ്റ് മാറിപ്പോവാം, അങ്ങനെ പല മാറ്റങ്ങളും വരാം. ഉടനെ തന്നെ ഈ മരുന്നുകളൊന്നും കൃത്യമായിട്ട് കഴിച്ച് നോർമലായിട്ട് നമ്മൾ അഷ്യൂർ ചെയ്തിട്ടില്ല എങ്കിൽ, ഈ തേർഡ് ലെവൽ മാൽ ട്രീറ്റഡ് കേസും ആണെങ്കിൽ തീർച്ചയായിട്ടും അത് കൂടുതൽ പ്രോബ്ലം വന്ന് വേറെ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഉടനെ തന്നെ അവര് ലാബ് ഇൻവെസ്റ്റിഗേഷൻ എഴുതും, അല്ലേ? ടെസ്റ്റ് എഴുതുമ്പോൾ ഏതെങ്കിലും ഒരു എക്സാജറേഷൻ ഏതെങ്കിലും ഒരെണ്ണത്തിനെ കണ്ട അതുമ്മ കയറി പിടിച്ച് ട്രീറ്റ്മെന്റും തുടങ്ങും. അങ്ങനെ കൊടുത്തു തുടങ്ങുന്നതോടുകൂടി ഈ സിസ്റ്റം കംപ്ലീറ്റ് അതുവരെ ചെയ്തിരുന്ന പ്രോസസ്സ്, അതായത് മരുന്ന് കഴിച്ചുകൊണ്ട് നോർമലായി നിന്ന ആള് പുറത്ത് യാത്ര ചെയ്ത കാലാവസ്ഥയുടെ മാറ്റങ്ങൾ, മറ്റുള്ള ജോലി തിരക്കിന്റെ മാറ്റങ്ങൾ, ഉത്തരവാദിത്തങ്ങളുടെ മാറ്റങ്ങൾ, ടെൻഷൻ, പല കാരണങ്ങളെപ്പോലും അതോടൊപ്പം തന്നെ കൃത്യമായി മരുന്നുകൾ കഴിക്കാനും പിന്നെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടറെ മാറി പുതിയൊരാളെ പിടിക്കാനുള്ള മടിയൊക്കെ പിടിച്ചു അവസാനം വരുമ്പോൾ ടെസ്റ്റുകളൊക്കെ ചെയ്ത് ആ ലെവലിലേക്ക് പോയി കളയും. ആ പോയി കഴിയുമ്പോൾ അവിടെ ഇപ്പൊ മറ്റേ ഈ കഫം നമ്മൾ എടുക്കുന്നതിന് പകരം കഫം ഇളക്കി കളയാന്ന് പറയുന്ന വാക്കില്ല. കഫത്തിന് കൃത്യമായ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് കൊടുത്തു പോയിരുന്ന പോലെ ആവില്ല വേറെ ഏതെങ്കിലും സിസ്റ്റത്തിലെ മെഡിസിൻ ഉപയോഗിക്കും. അപ്പൊ അവിടെ സപ്രസീവ് എഫക്ട്സ് ഫോം ചെയ്യും. ഈ സപ്രസീവ് എഫക്ട്സ് ഫോം ചെയ്താലും ലങ്സിനെ സംബന്ധിച്ചൊരു കാര്യമുണ്ട്. ഇത്രയും ആൽവിയോള ഉള്ളത് കൊണ്ടും കുറെ എല്ലാം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അതിങ്ങനെ ഇപ്പൊ ആദ്യത്തെ കുറച്ച് നാളിങ്ങനെ സഹിക്കാം, ഇങ്ങനെ കുറെ നാൾ പോയി 1 കൊല്ലോ 2 കൊല്ലോ ഒക്കെ ഇങ്ങനെ പോകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവര് ഇൻഹേലർ ഉപയോഗിച്ചു തുടങ്ങും. ഇങ്ങനെ പോകും. അപ്പൊ ഈ ഇൻഹേലർ ഉപയോഗിക്കുന്ന കാര്യങ്ങളോ ഇവരുടെ ഹാബിറ്റ് ആയിട്ടുള്ള സ്മോക്കിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മളോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിക്കൊള്ളുന്നില്ല.
അപ്പോൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റുള്ള ഫാക്ടേഴ്സ് കൂടി അവിടെ പരിഗണിക്കണം. ദാറ്റ് മീൻസ് ആ എനി കംപ്ലൈന്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത്തരം കംപ്ലൈന്റ് എടുത്തു കഴിഞ്ഞ് 4th ലെവലിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ലാബ് ഇൻവെസ്റ്റിഗേഷൻ വരുന്ന സമയത്ത് നമ്മളവിടെ പത്തോളജിക്കൽ ക്ലിയറൻസ് കൊടുക്കാതിരുന്നാൽ വിചാരിക്കുന്ന പോലെ റിസൾട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞോളുന്നില്ല. അപ്പൊ നമുക്ക് എന്താണ് അവിടെ പത്തോളജിക്കൽ റിസൾട്ടിൽ ESR എലിവേറ്റഡ്, അല്ലെങ്കിൽ WBC കൗണ്ട് വേരിയേഷൻ, അല്ലെങ്കിൽ എസിനോഫിലിസ് കൗണ്ട് വേരിയേഷൻ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കംപ്ലൈന്റ് വന്നു എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ അവിടെ ഒരു വേരിയേഷൻ, കഫം കെട്ടിക്കിടക്കുന്നു. അപ്പൊ ഇതിനുള്ള മെഡിസിൻ നമ്മൾ എടുക്കണം. അപ്പൊ 3rd ലെവലിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന മെഡിസിൻ ഉപയോഗിച്ച് റിലീഫ് കണ്ട ഒരാള് 4th ലെവലിലേക്ക് പോയി എന്ന് വെച്ചാൽ അത് നമ്മൾ ഇങ്ങനെയുള്ള ഒരു കാരണം കൊണ്ട് പോണത് അവരുടെ ഭാഗമാണ് തെറ്റ്. നമ്മുടെ മെഡിസിൻ കൊടുത്തിട്ടായിരിക്കും പോവാതിരിക്കാൻ നോക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. ഇവിടെ നിന്ന് മാറിപ്പോണത് നമ്മുടെ കാര്യങ്ങളല്ല. അപ്പോ ഈ 3rd ലെവലിൽ വരാവുന്ന മരുന്നുകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മരുന്നുകൾ, ചുമയുടെ മരുന്നുകളൊക്കെ ഒന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്കറിയാം. നമ്മളിപ്പോ സ്പോഞ്ചിയ, ആന്റിടാർട്ട്, സ്പോഞ്ചിയ, ഹെപ്പാസൽ, 3 വെറുതെ വെച്ചെന്ന് മാത്രം കേട്ടോ. ഈ 3 മരുന്ന് നമ്മൾ വെറുതെ വെച്ചു. ആന്റിടാർട്ട് മാത്രമൊന്നല്ല, ഇഷ്ടം പോലെ മെഡിസിൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ഐ ആം ഓൺലി ജസ്റ്റ് സെയിം. ഈ ചുമ നീണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഹെപ്പാസൾഫ്, ആന്റിടാർട്ടിന് ശേഷം ഹെപ്പാസൾഫ് കൊടുക്കാന്നൊക്കെ അറിയാം. പക്ഷെ ആന്റിടാർട്ട് കൊടുക്കുമ്പോൾ കൂടുതൽ റിസൾട്ട് കിട്ടുന്ന സമയത്ത് അതിന് ഹെപ്പാസൾഫ് വെച്ച് കോംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹെപ്പാസൾഫിന്റെ അതേ കണ്ടീഷനിൽ തന്നെ സൈലേഷ്യ എവിടെ ഉപയോഗിക്കാം. ഇപ്പൊ അലർജിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ സൈലേഷ്യ വരാം. ഹെപ്പാസൾഫ് സെൻസിറ്റിവിറ്റി നോക്കിയിട്ട് ഹെപ്പാസൾഫ് വരാം. അപ്പൊ ഹെപ്പാസൾഫും സൈലേഷ്യയും അവിടെ നമുക്ക് എടുക്കാം. ഈ ആന്റിടാർട്ടിന്റെ പ്രത്യേകം എന്താണ്? റാറ്റ്ലിംഗ് വിത്ത് ഡിഫിക്കൽട്ട് ടു എക്സ്പെക്ടേഷൻ. അപ്പൊ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല ആന്റിടാർട്ട്. ഈ ആന്റിടാർട്ട് ഈ സ്റ്റേജ് കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതിലേക്ക് കടക്കും? ഇത് നമുക്ക് ഇപ്പൊ ആഴ്സനിക് ആൽബിന്റെ സിംറ്റമിലേക്ക് കടന്നു എന്ന് കരുതും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 2 കണ്ടീഷനും കൂടി ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പൊ പത്തോഫിസിയോളജിക്കലായിട്ട് കൈകാര്യം ചെയ്യണമെന്ന് ഉദ്ദേശിക്കുക. അതായത് ഈ കണ്ടീഷനിൽ നമുക്കൊരു റിലീഫിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണമെങ്കിൽ, ഇപ്പൊ ഒരു ക്രോണിക് പേഷ്യന്റിന്റെ, ക്രോണിക് ഓൾഡ് പീപ്പിളിന്റെ ഒരു ചുമയാണെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ആന്റി ആൾസ് ഉപയോഗിക്കും. അപ്പോൾ ആന്റി ആൾസ് ഉപയോഗിക്കേണ്ട ഒരു കണ്ടീഷനിൽ വരുന്ന ഒരു രോഗിയാണെങ്കിൽ നമ്മൾ തറോ ചെക്കപ്പ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ക്ലിയർ ആയോ? ആന്റി ആൾസിന്റെ ഒരു പേഷ്യന്റ് ആണ് നമ്മളെടുത്ത് വരണേയെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോളൂ. അത് കുറച്ച് മനസ്സിലാക്കാൻ ഡീറ്റെയിൽ ആയിട്ട് പരിശോധനകളിൽ പോരാതെ ഉണ്ടെങ്കിൽ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് വിഷമമില്ലല്ലോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ സിംറ്റം, ഇതുപോലെ തന്നെ ഡിസ്കംഫർട്ട് വരുന്ന വേറെ മെഡിസിൻ ഏതാണ്? കോക്കസ് കാക്ടൈൽ. അതിനിങ്ങനെ അങ്ങോട്ട് ചുമക്കണ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയം വരും. അതുപോലെ വരും ക്രിയാസോട്ട്. ഇത് 3 നമുക്ക് വായിച്ചാലും കേട്ടാലും നമുക്ക് മനസ്സിലാവും എന്ത് അതിന്റെ. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഈ 3 മാത്രം ഒരു പാത്തോഫിസിയോളജി നമ്മുടെ സൂര്യകുട്ടിയെ കൊണ്ട് പറയിക്കാം. അത് കഴിഞ്ഞിട്ട് ഐ ഷാൽ അഗൈൻ കം. സമയമുണ്ടോ? കുഴപ്പമില്ല. സൂര്യ, മോളെ ഇത് 3 മാത്രം ഒന്ന് പറഞ്ഞു കൊടുക്കുക. മറ്റേതൊക്കെ നമ്മൾ അന്ന് പറഞ്ഞിരുന്നതാണ്. ആന്റി ആൽസും ക്രിയാസോട്ടും. കോക്കസ് കാറ്റയും ക്രിയോസോട്ടും ആന്റിയാൾസും ജസ്റ്റ് എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം മരുന്നായിട്ട് നമുക്ക് കൊടുക്കുമ്പോ. അപ്പൊ ഈ കോക്കസ് കാറ്റയും ക്രിയോസോട്ടും മ്യൂക്കസ് മെംബ്രെയിൻ, അതായത് റെസ്പിറേറ്ററി ട്രാക്റ്റിലത്തെ മ്യൂക്കസ് മെംബ്രെയിൻ ലൈനിങ്ങിൽ തന്നെയാണ് 2ന്റെ ആക്ഷൻ. പക്ഷെ 2 പേരും 2 രീതിയിലാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. അതായത് കോക്കസ് കാറ്റെ എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെസ്പിറേറ്ററി ലൈനിങ്ങിൽ പോയിട്ട് ഇറിറ്റേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഗ്ലോബറ്റ് സെൽസ് ഉണ്ട്, നമ്മുടെ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് ഉണ്ട്, ആ ഗ്ലോബറ്റ് സെൽസിന്റെ ആക്ടിവിറ്റി കൂട്ടും. അതുപോലെ തന്നെ അവിടെയുള്ള ബൈൻഡിങ് ആയിട്ടുള്ള ഗ്ലൈക്കോ പ്രോട്ടീന്റെ പ്രൊഡക്ഷനും കൂട്ടും. അപ്പൊ എന്തുണ്ടാവും? അവിടെ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഹൈലി ടെനേഷ്യസ് ആയിട്ടുള്ള ഒരു മ്യൂക്കസ് ആണ് അവിടെ കോക്കസ് കാറ്റയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്കറിയാലോ, ബ്രഷ് ചെയ്യുമ്പോൾ കഫ് ചെയ്യുന്ന ഒരു സിംറ്റം ഉണ്ട് കോക്കസ് കാറ്റയ്ക്ക്. അതായത് നമുക്ക് ബ്രഷ് ചെയ്യുമ്പോൾ അവിടെ ഗാഗ് റിഫ്ലക്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യണം. അതായത് നമുക്കൊരു ഓക്കാനം പോലെ വരാം. നമ്മൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് നമ്മൾ ഇത് അനുഭവിച്ചിട്ടുണ്ടാവും. നമ്മൾ ഈ പ്രഗ്നൻസി സമയത്ത് ഫസ്റ്റ് ട്രൈമസ്റ്ററിലൊക്കെ പല്ലേക്കുമ്പോൾ നമുക്ക് ഛർദ്ദിക്കാൻ വരുന്ന ഒരു സെൻസേഷൻ. അതുപോലെ തന്നെ ഒരു ഗാഗ് റിഫ്ലക്സും ഇവിടെ സ്റ്റിമുലേറ്റഡ് ആവുന്നുണ്ട്. അപ്പൊ
കോക്കസ് കാറ്റ് നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് ദ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ പോയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അതായത് നല്ല കട്ടിയുള്ള വിസിഡ് ആയിട്ടുള്ള മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് കോക്കസ് കാറ്റയുടെ ആക്ഷൻ. ഈ വിസിഡ് ആവാൻ കാരണം അവിടെ എന്താണ്, ഗ്ലോബൽ സെൽസിന്റെ ആക്ടിവിറ്റി കൂടുതലും അതുപോലെ ഗ്ലൈക്കോ പ്രോട്ടീൻസ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ആ കട്ടിയും അതുപോലെ പശപശപ്പ് പോലെയുള്ളൊരു ഡിസ്ചാർജ് വരുന്നത്. അതാണ് കോക്കസ് കാറ്റ് ചെയ്യുന്നത്. ഒന്നുമില്ല, മ്യൂക്കസ് മെംബ്രെയിൻ ലൈനിങ്ങിൽ ആക്ട് ചെയ്തിട്ട് ഹൈപ്പർ ആയിട്ടുള്ള, അതായത് ഹൈപ്പർ വിസിഡ് ആയിട്ടുള്ള ലിക്വിഡ്, അതായത് ഹൈപ്പർ വിസിഡ് ആയിട്ടുള്ള മ്യൂക്കസ് ആണ് കോക്കസ് കാറ്റെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ഗാഗ് റിഫ്ലെക്സും സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പൊ അതാണ് കോക്കസ് കാറ്റയിൽ വരുന്നത്. ഇനി ക്രിയോസോട്ടം ഇതുപോലെ തന്നെ മ്യൂക്കസ് മെംബ്രെയിൻ തന്നെയാണ് ഇറിറ്റേറ്റ് ചെയ്യുന്നത്. പക്ഷെ ആള് ഭയങ്കര ഭീകരനാണ്. കാരണം ബേണിംഗ് ആയിട്ടുള്ള റോനെസ്സും സോർനെസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. നമുക്കറിയാം ക്രിയോസോട്ടം നമ്മുടെ ക്ലിനിക്കിൽ ക്യാംഫറിന്റെ ഒക്കെ ഭാഗത്ത് കുറച്ച് നീക്കിയ വെക്കുക. കാരണം നമ്മളിപ്പോ ടൂത്ത് ഏക്ക് ഡ്രോപ്സിൽ പോലും ക്രിയോസോട്ടം ഒറ്റ തുള്ളി യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയും. കാരണം അത്രയും ഇറിറ്റേഷൻ ആണ്. അപ്പൊ നമുക്കറിയാം ഈ അൾസറേഷൻ സ്റ്റേജ്, ഗാംഗ്രീൻ സ്റ്റേജ്, അങ്ങനെയൊക്കെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തും. അതുപോലെ ബ്ലഡി ഡിസ്ചാർജ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിയോസോട്ടം കണ്ണും പൂട്ടി കൊടുക്കാം. അതായത് റെസ്പിറേറ്ററി ട്രാക്റ്റില് ഏകദേശം ആ ഒരു സ്റ്റേജ് നമ്മളിപ്പോ ലെവലിൽ പറഞ്ഞിരുന്നല്ലോ HP സ്കോറിൽ, അതായത് 4th 5th ലെവൽ വേർ ദ ടെത്തോളജി അത്രയും അഡ്വാൻസ് ചെയ്ത് ഒരു അൾസറേഷൻ കേസോ അല്ലെങ്കിൽ ക്യാൻസറസ് സെയ്റ്റ്സോ അങ്ങനെ പോകുമ്പോൾ നമുക്ക് ക്രിയോസോട്ടം വേർ ദർ ഈസ് എ കോൺസ്റ്റന്റ് ബേണിംഗ് സോർനെസ് അലോങ് ദ റെസ്പിറേറ്ററി ട്രാക്ട്, അപ്പോഴാണ് ക്രിയോസോട്ടം അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ രണ്ടെണ്ണം മ്യൂക്കസ് മെംബ്രെയിൻ ലൈനിങ്ങിലാണ് ആക്ഷൻ എന്ന് പറഞ്ഞു. ക്രിയോസോട്ടം കുറച്ചും കൂടി ബേണിംഗ് ആയിട്ടുള്ള, നമ്മൾ പണ്ട് ഈ ഈജിപ്തിലും ഗ്രീക്കിലും ഒക്കെ ക്രിയോസോട്ടം നമ്മൾ ട്യൂബർക്കുലോസിസ് ഉള്ള ആൾക്കാർക്ക് മണക്കാൻ കൊടുക്കും എന്ന് പറയും. അതായത് അവരൊരു ബിലീഫ് ഇത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള വേപ്പറാണല്ലോ ക്രിയോസോട്ടം, അത് ചെന്ന് നമ്മുടെ എയർവേയിൽ പോയിട്ട് നമ്മുടെ മൈക്രോ ബാക്ടീരിയത്തിനെ കില്ല് ചെയ്യും. പക്ഷെ അതൊരു ലോജിക്കൊന്നും ഇല്ല അതിന്, അങ്ങനെ വരെ കൊടുത്തിരുന്നു. അപ്പൊ അത്രയും ആ ഒരു ബേൺനെസ് കൂടുതലാണ് ക്രിയോസോട്ടം. അതുപോലെ തന്നെ ഒഫെൻസീവ് ഡിസ്ചാർജ് ആണ്, നമുക്കറിയാലോ ക്രിയോസോട്ടത്തിന്റെ. അപ്പൊ ഈ ഒഫെൻസീവ്നെസ്, ബ്ലഡി ഡിസ്ചാർജ്, ഗാംഗ്രിനെസ്, അതുപോലെ അൾസറേഷൻ ഒക്കെ ഒരു ലാസ്റ്റ് ഡിഗ്രിയിലേക്കാണ് വരുന്നത്. അപ്പൊ ക്രിയോസോട്ടം ആ ഒരു കേസസിലൊക്കെ നമുക്ക് ക്രിയോസോട്ടം പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഇനി ആന്റിമാർസ് എന്ന് വെച്ചാൽ ഇത് രണ്ടും പോലെയല്ല. ആന്റിമാർസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ക്രെബ്സ് സൈക്കിൾ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഗ്ലൈക്കോളിസിസ് നടക്കും ആദ്യം, എന്നിട്ട് അത് ക്രെബ്സ് സൈക്കിളിലേക്ക് പോവും, പിന്നെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യും. ഇതിന്നൊക്കെയാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആന്റിമാർസ് എന്താ ചെയ്യാന്ന് വെച്ചാൽ എസ്പെഷ്യലി ആർസനിക് ആ ഭാഗത്ത് ഈ ക്രെബ്സ് സൈക്കിളിലെ എൻസൈംസ്, അതായത് ക്രെബ്സ് സൈക്കിളിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസിനെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പൊ ഈ ക്രെബ്സ് സൈക്കിൾസിനെ എൻസൈംസിനെ ഇൻഹിബിറ്റ് ചെയ്ത് എന്താ ഉണ്ടാവുക, ക്രെബ്സ് സൈക്കിൾ നടക്കുമോ? നടക്കില്ല. അപ്പൊ എന്തുണ്ടാവും, ATP അവിടെ പ്രൊഡ്യൂസ് ചെയ്യോ? ATP സഫീഷ്യന്റ് ആയിട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യില്ല. ATP ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, എനർജി ഉണ്ടാവില്ല, നമുക്കറിയാം. അപ്പൊ ഈ സോഡിയം പൊട്ടാസ്യം പമ്പിനൊക്കെ അത് അഫക്ട് ചെയ്യും. അപ്പൊ എന്തുണ്ടാവും, സെൽസ്, അതായത് സോഡിയം പൊട്ടാസ്യം പമ്പൊക്കെ പ്രശ്നമാകുമ്പോൾ നമ്മുടെ സെൽ സ്വെല് ചെയ്തിട്ട് എന്തുണ്ടാവും, സെൽ ഡെത്ത്. നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇൻ സെൽസ് ഇഞ്ചുറി എന്താണ്, സെൽ സ്വെല്ലിംഗ് ആണ്. ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് കാണുന്നതും സെൽ സ്വെല്ലിംഗ് ആണ്. അപ്പോ അതെന്താ ഉണ്ടാവുക, അപ്പൊ ഈ ആന്റിമാർസിൽ ആർസനിക് ATP, അതായത് ATP പ്രൊഡക്ഷൻ കുറയ്ക്കും. എങ്ങനെ, ക്രെബ്സ് സൈക്കിളിൽ പോയിട്ട് എൻസൈംസിനെ ഇൻഹിബിറ്റ് ചെയ്ത് ATP പ്രൊഡക്ഷൻ കുറയും. ATP പ്രൊഡക്ഷൻ കുറയുമ്പോൾ നമ്മുടെ സോഡിയം പൊട്ടാസ്യം പമ്പ് വർക്ക് ചെയ്യാണ്ട് വരെയും സെൽസിലേക്ക് വെള്ളം വന്ന് സെൽസ് സ്വെല്ലായി സെൽ ഇഞ്ചുറി അവിടെ നടക്കും. അതുമല്ല വേറെ ഈ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിനൊക്കെ ഇത് സ്റ്റിമുലേറ്റ് ചെയ്യും, ഈ ആർസനിക്കും ആന്റിമോണിയും ഒക്കെ. അത് ചെന്നിട്ട് നമ്മുടെ ബോഡിയിൽ ഫൈബ്രോസിസ്, ഇൻഫ്ലമേഷൻ, സ്കാറിങ് അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും ഈ ആന്റിമാർസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 3 ഡ്രഗ്സ് ആണ്. മനസ്സിലായെന്ന് വിചാരിക്കണോ? റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ഈ ആന്റിമാർസിന്റെ അവസാന ഭാഗം ഒന്ന് അതായത് ആന്റിമാർസിൽ അത് ചെയ്യുന്നത് നമ്മുടെ ക്രെബ്സ് സൈക്കിളിലെ എൻസൈംസിനെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പൊ ക്രെബ്സ് സൈക്കിൾ എൻസൈംസ് ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ ക്രെബ്സ് സൈക്കിൾ നടക്കില്ല അവിടെ. അപ്പൊ എന്തുണ്ടാവും, ATP പ്രൊഡക്ഷൻ കുറയും. കാരണം ക്രെബ്സ് സൈക്കിൾ ചെന്ന് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ വന്നിട്ടാണ് നമുക്ക് DH നമുക്കറിയാലോ ആ സൈക്കിളില്. അങ്ങനെയൊക്കെയാണ് ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ATP ഇല്ലെങ്കിൽ എന്തുണ്ടാവും, നമ്മുടെ സോഡിയം പൊട്ടാസ്യം പമ്പ് വർക്ക് ചെയ്യില്ല. അപ്പൊ സെൽസിലേക്ക് വെള്ളം കയറി സെൽ സ്വെല്ലിംഗ് ആയിട്ട് സെൽ ഡെത്ത് സംഭവിക്കും. അതാണ് അവിടെ സംഭവിക്കണേ.
പിന്നെ അതുപോലെ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസും പ്രൊഡ്യൂസ് ചെയ്യും ഇവര്, കാരണം ഈ ആന്റിമോണിയും ആർസനിക്കും. അപ്പൊ ഈ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് നമ്മുടെ ബോഡിയിൽ കൂടിക്കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഓക്സിജൻ സ്കാവഞ്ചേഴ്സ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഈ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് കൂടിക്കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ അതുപോലെ ഫൈബ്രോസിസ് ഒക്കെ ഒരളവിൽ കൂടുതൽ ഉണ്ടാവും നമ്മുടെ ബോഡിയിൽ. അങ്ങനെയും ഉണ്ടാവുന്നുണ്ട്. മനസ്സിലായോ? മനസ്സിലായി. ഇപ്പൊ മനസ്സിലായി. അപ്പം നിങ്ങൾക്ക് ഇപ്പൊ ഈ 3 പേര് ഞാൻ പറഞ്ഞത് മാത്രം. അപ്പൊ നമ്മൾ ഇത് എന്തിനാണ്, എപ്പോഴാണ് ഈ പത്തോളജിക്കൽ കണ്ടീഷൻ വരുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത്, പത്തോഫിസിയോളജിക്കൽ മെഡിസിൻ? നമ്മൾ നേരത്തെ 3ാമത്തെ ലെവലിൽ നമ്മൾ മയോസ്മാറ്റിക് ട്രീറ്റ്മെന്റ് വരെ കടന്നു. ഈ കടന്ന സമയത്ത് ഇത് 4th ലെവലിലേക്ക് കടന്നുവെങ്കിൽ നമ്മൾ ലങ് പത്തോളജി അറിയണം. പാരങ്കൈമൽ ഡിസീസിലെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബ്രോങ്കിയോൾസ് ഇങ്ങനെ ടിഷ്യൂ ആയി പോകും. അപ്പൊ അവിടെ പോകുന്ന സമയത്ത് അവിടെ പെർമിബിലിറ്റി ലോസ് വരും, ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഇന്ററാക്ഷൻസ് വ്യത്യാസം വരും. ഈ വ്യത്യാസങ്ങളൊക്കെ വരുമ്പോൾ അവിടെ തൊട്ടേ നമ്മൾ കറക്റ്റ് ട്രീറ്റ്മെന്റിലേക്ക് പോകണം. അപ്പോൾ ആൽവിയോളാർ പോർഷൻസ് കുറെ ഡിസ്ട്രോയ് ചെയ്ത് പോയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു കുറെ ഇല്ലെങ്കിലും നമുക്ക് എല്ലാവർക്കും നടക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിലെ ഈ ആൽവിയോളാർ ഡിസ്ട്രക്ഷൻ ഒക്കെ വരുമ്പോൾ അപ്പൊ കഫത്തിനെ നമുക്കൊന്ന് ലൂസാക്കണം. കട്ടിയായിട്ട് നിൽക്കുന്ന കഫമാണ് എങ്കിൽ ലൂസാക്കണം. ലൂസാക്കണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മരുന്ന് സെനേഗ ടിഞ്ചർ. ദാറ്റ് ഈസ് ഫോർ ദ ഫിസിയോളജിക്കൽ ഡോസ്. സെനേഗ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആ കഫം വരുന്നതോടുകൂടി നിങ്ങൾ എപ്പോഴും ചുമയ്ക്കുന്ന ഒരാള് പരിശോധന ഇല്ലാതെ ചുമച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. നമ്മൾ പരിശോധിച്ച് കണ്ടെത്തിയിട്ടില്ല, ഇയാൾ ചുമച്ച് അവസാനം ഇയാൾ ചിലപ്പോൾ ബ്ലഡ് സ്പിറ്റ് ചെയ്യും അപ്പൊ ചുമയ്ക്കാൻ അനുവദിക്കാൻ പറ്റുന്ന ആളാണോ എന്ന് തന്നെ നമ്മൾ നോക്കണം. അതേപോലെ ഹാർട്ടിന്റെ വേറെ വല്ല കംപ്ലൈന്റ് ഉണ്ടോ എന്ന് നമ്മൾ എല്ലാം നോക്കിയിരിക്കണം. അപ്പൊ ഈ 4th ലെവൽ ട്രീറ്റ്മെന്റിന്റെ സമയത്ത് ഓവറായിട്ട് ആ ഓർഗനെ എക്സെർട്ട് ചെയ്യിക്കാതെ നോക്കാൻ നമ്മൾ കുറെ സൂത്തിങ് മെഡിസിൻസും പ്രൊവൈഡ് ചെയ്യാം. ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ പറയുന്നത്. സെനേഗ, ലൊബീലിയ, അങ്ങനെയുള്ള ടിഞ്ചേഴ്സ്. ഇപ്പൊ ഡ്രോസേറ ടിഞ്ചറൊക്കെ നല്ല ആക്ഷൻ തന്നെയാണ്, മദർ ഫിസിയോളജിക്കലായിട്ടായാലും പൊട്ടൻഡൈസിലായാലും. പക്ഷെ കൊടുക്കുന്നതിന് 2 അവസ്ഥയിലാണ് കൊടുക്കേണ്ടതെന്ന് മാത്രം. അപ്പം ഡ്രോസേറ അതുപോലെ സ്പോഞ്ചിയ ഇതെല്ലാം നമുക്ക് മദർ ടിഞ്ചർ ഫോമിലാണ് കൊടുക്കുന്നത് വെച്ചാൽ അങ്ങനെ കൊടുക്കാം. പൊട്ടൻഡൈസ് ഫോമിൽ കൊടുക്കുമ്പോൾ അതിന് ഇൻഡിക്കേഷൻസും അതിന്റെ വൈറ്റൽ കണ്ടീഷൻസും വ്യത്യാസം. അപ്പം എന്തിനു വേണ്ടിയാണ് കൊടുക്കണേ എന്ന് നോക്കിയിട്ട് മദർ ടിഞ്ചേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യണം. അതായത് വാട്ട് ഈസ് ദ പത്തോഫിസിയോളജിക്കൽ പ്രോപ്പർട്ടി ഓഫ് ദാറ്റ് ഡ്രഗ് ആൻഡ് ഫോർ വാട്ട് പർപ്പസ് വി ആർ പ്രൊവൈഡിങ് സച്ച് ടിഞ്ചർ, then it is much miraculous change you can expect. Where there is any suspicion, for example, in case of portal circulation disorder ആയിട്ടുള്ള ഒരാളാണ് എന്നൊക്കെ, വീനസ് ടെസിസ് ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ അവിടെ വീനസ് റെമഡീസും വെയിൻസിനെയും നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ സർക്കുലേറ്ററി ഡിസ്കംഫർട്സിനെയും നമ്മൾ ട്രീറ്റ് ചെയ്യണം. അപ്പൊ സമയത്ത് ചിലപ്പോൾ നമുക്ക് അവിടെ ഇസ്കുലസ് ആവാം, ക്രെറ്റേജിയസ് വരാം. അപ്പൊ ആർട്ടീരിയലോ വീനസ് സർക്കുലേഷൻ ഏതാ വരുന്നത്. അപ്പോൾ എപ്പോഴും ഏത് ഒരു 4th ലെവലിലെ കണ്ടീഷൻ വരുന്ന സമയത്ത് മറ്റുള്ള ഏറ്റവും വൈറ്റൽ ഓർഗൻസ് പെർഫെക്റ്റ് ആണ് എന്ന് ബോധ്യപ്പെടുത്തുക എന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ ലങ്സിനാണ് ട്രീറ്റ് ചെയ്യണമെങ്കിലും ഹാർട്ടും കിഡ്നിയും മറ്റു ഭാഗങ്ങളെ പറ്റിയുള്ള ഒരു സാമാന്യ അറിവ് വച്ചുകൊണ്ട് ട്രീറ്റ് ചെയ്താൽ that will also be useful. But for the pathophysiological clearance, the mother tinctures can use. If that vitality is so losing, higher potency, ഞാൻ അഭിപ്രായം പറയാറില്ല, ഈവൻ വലിയ ഒരു ഹയർ പൊട്ടൻസിയിലേക്ക് പോകണമെന്ന് പറയില്ല. എപ്പോഴാണോ വൈറ്റാലിറ്റി ആക്റ്റീവ് ആണ് എങ്കിൽ തന്നെ ആണെങ്കിൽ ഹയർ പൊട്ടൻസി ഉപയോഗിക്കും. ഞാൻ ഉപയോഗിക്കുന്ന രീതി ഇങ്ങനെയാണ്. അതായത് ഇപ്പൊ നമ്മൾ എടുക്കുന്ന സിംറ്റമിൽ കൃത്യമായ കോൺസ്റ്റിറ്റ്യൂഷൻ കിട്ടിയാൽ നമ്മളതൊരു മെന്റൽ പെക്യൂലിയർ നോക്കിയിട്ടാണ് കറക്റ്റ് ഡ്രഗ് ഉപയോഗിച്ച് ഒരു വൈറ്റാലിറ്റി ഓക്കെ ആണെങ്കിൽ ഐ വിൽ യൂസ് സിംപ്ലി ടു ഹയർ പൊട്ടൻസി. നേരെ മറിച്ച് അത് ലോസ് ആണെന്ന് കണ്ടാൽ ഞാൻ അധികം ഹൈയിലേക്ക് പോകാറില്ല. ദാറ്റ് വാട്ട് ഐ എം ഡൂയിങ്. അപ്പോൾ പൊട്ടൻസി സെലക്ഷനിലും യു ക്യാൻ ബേസ് അപ്പോൺ ദിസ് വൈറ്റാലിറ്റി. പക്ഷെ നിങ്ങൾ സിംറ്റം സെലക്ട് ചെയ്ത് ഏതാണോ ഉപയോഗിക്കുന്നത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ മെർക്സോൾ എന്ന മരുന്ന്, മെർക്സോൾ ഇപ്പൊ ടങ് നോക്കുമ്പോൾ ഇംപ്രിന്റ് ഓഫ് ടീത്തും വിത്ത് മോയിസ്റ്റ് ടങ് വിത്ത് ഇന്റൻസ് തേഴ്സ്റ്റും ആയിട്ടുള്ള ഒരു പെക്യൂലിയർ സിംറ്റം വച്ചിട്ടാണ് നമ്മൾ കൊടുക്കണേ എങ്കിൽ അതൊരു ഹയർ പൊട്ടൻസി കൊടുക്കണോ ലോ പൊട്ടൻസി കൊടുക്കണോ എന്ന് നിശ്ചയിക്കുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കണ്ടീഷൻ ഓഫ് ദ പേഷ്യൻസ്.
ഇഫ് ദ പേഷ്യന്റ് ഈസ് ഓക്കെ, ദാറ്റ് മീൻസ് ഹിസ് വൈറ്റാലിറ്റി ഈസ് ഓക്കെ. വൈറ്റാലിറ്റി ആണെങ്കിൽ ഈ എല്ലാ ഓർഗന്റെയും സ്റ്റെബിലിറ്റി നമ്മൾ നോക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ നോക്കി നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ സെനേക എല്ലാവർക്കും അറിയാലോ, ശ്വാസം മുട്ടിന്റെ മരുന്നുകളൊക്കെ ഈ എവരി വൺ നോസ് സിംപ്ലി, വളരെ ഈസി ആയിട്ട് അറിയും. അപ്പൊ നമ്മൾ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഈ ലങ് ഏത് ഓർഗനെ ഏത് തരത്തിൽ, ഇപ്പൊ മ്യൂക്കസ് മെമ്പറിലെ എഫക്റ്റ് ആണ് ഇപ്പോൾ മറ്റേ സൂര്യ പറഞ്ഞത്, അതിപ്പോ പറഞ്ഞപ്പോ ആന്റി ആൽസിന്റെയും പറഞ്ഞു, എല്ലാം മ്യൂക്കസ് മെമ്പറിൽ എഫക്റ്റ് ഇല്ലാണ്ട് ഇന്റേണൽ പാർട്ട് ഉണ്ടാവില്ല. അവിടെ ക്രിയാസോട്ട് വന്നപ്പോ എന്തായി, അവിടെ കൂടുതൽ കൊറോഡിങ് എഫക്റ്റ്, കൊറോസീവ് എഫക്ട്സ് ആണ് ഇവിടെ വന്നത്. അപ്പൊ ഡീജനറേറ്റീവ് സ്റ്റേറ്റ്സ് ആണ് ഇവിടെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ അക്കലക്സി കണ്ടീഷൻസ് വരും. അപ്പൊ നമുക്കറിയാം കഫ് ഓഫ് ഓൾഡ് പീപ്പിൾ ക്രിയാസോട്ട് ആണെന്ന്. നമ്മൾ കഫ് ഓഫ് ഓൾഡ് പീപ്പിളിന് ക്രിയാസോട്ട് കൊടുക്കുന്നു, മാറുന്നു, വി ആർ നോട്ട് സെർച്ചിങ് ഫർദർ, നമ്മൾ നോക്കുന്നില്ല. ക്രിയാസോട്ട് കൊടുക്കുമ്പോൾ മാറി എന്നുണ്ടാ പിന്നെ വിട്ടല്ലോ. അവിടെയല്ല, അത്തരം കേസുകൾ നമ്മളൊന്ന് നോക്കുന്നത് നല്ലതാണ് ക്രിയാസോട്ട്. അപ്പം ക്രിയാസോട്ട് എടുത്താലും അംബര എടുത്താലും ഏത് വാട്ട് എവർ ബി ദ മെഡിസിൻ യു ആർ സെലക്ടിങ്, ആൻഡ് ഇഫ് യു ആർ ഗെറ്റിംഗ് എ പ്രോപ്പർ റിലീഫ് യു മസ്റ്റ് എൻക്വയർ ദാറ്റ് വാട്ട് ഈസ് എ കോസ് ഫോർ ദാറ്റ്. അതങ്ങനെ ഒരു റുട്ടീൻ ആക്കി എടുക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഈ 4th ലെവൽ കേസുകളെ നമുക്ക് റിവേഴ്സിബിൾ ഫോമിലേക്ക് 3rd ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. 3rd ലെവലിലേക്ക് കൊണ്ടുവരുന്നതോടുകൂടി പേഷ്യന്റ് ഭയങ്കരമായ ഹോപ്പ്ഫുൾ ആയിരിക്കും. അവർ നമ്മളോടൊപ്പം യോജിച്ച് നിൽക്കുകയും ചെയ്യും. അവരുടെ കേസ് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇഫ് വി ആർ നോട്ട് ഗെറ്റിംഗ് സച്ച് റിസൾട്ട്സ്, ഇറ്റ് ഗോ അപ്പോഴേക്കും അത് 5th ലെവലിലേക്ക് ഇറങ്ങും. 5th 6th ഒക്കെ നമുക്ക് പിന്നെ അടുത്ത പ്രാവശ്യം പറയാം. അപ്പൊ 3rd ഉം 4th ഉം ഇന്ന് നിൽക്കണം. 1, 2 ലെവൽസ് നേരത്തെ ഇപ്പൊ ഹിഡൻ പ്രോട്ടോകോൾ പറഞ്ഞപ്പോൾ തന്നെ തള്ളി. പിന്നെ 3rd ലെവൽ ഇപ്പൊ ഞാൻ പറഞ്ഞു, 3rd നിന്ന് 4th. ഇതൊക്കെ COPD കേസിനെ പറ്റിയാണ് പറഞ്ഞിട്ടോ. ഇഫ് യു ആർ ട്രീറ്റിംഗ് 3rd ലെവൽ COPD കേസ്, you must prevent the procedure to next time. 4th ലേക്ക് കടക്കരുത്. You have to take it into reversible form that should convert into level 2. ലെവൽ 2ലേക്ക് കൺവേർട്ട് ചെയ്യണമെന്ന ശാഠ്യത്തോടു കൂടി നമ്മൾ ചെയ്യണം. ഇതൊക്കെ ഒരു കുറച്ച് കഴിഞ്ഞതൊന്നും നമ്മൾ അതിന് സമയം വേണ്ട, അതൊക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി വന്നോളൂ. ഒന്ന് ട്രെയിൻ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വെനെവർ യു ആർ സെലക്ടിങ് എ മദർ ടിഞ്ചർ, യു മസ്റ്റ് അപ്ലൈ എന്തിനു വേണ്ടി എന്ന് അറിയാതെ മദർ ടിഞ്ചർ കൊടുക്കണേലും നല്ലത്. പാത്തോഫിസിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഈസ് മച്ച് നീഡഡ്. മറ്റത് ഹയർ പൊട്ടൻസി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഹയർ പൊട്ടൻസി കൊടുക്കുന്ന സമയത്ത് അത് ഏത് സിംറ്റമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ മെഡിസിൻ സെലക്ട് ചെയ്തതെന്ന് നോക്കിയിട്ടും ഓർഗന്റെ വൈറ്റാലിറ്റി നോക്കിയിട്ടും വേണം ഡൈനാമിക് പൊട്ടൻസി ഹൈപ്പ് ചെയ്യാൻ. ഇത് രണ്ടും ഒന്ന് ശ്രദ്ധിച്ച് കൃത്യമായ, ഇതോടൊപ്പം തന്നെ ഈ രോഗിയുടെ കോസിന് നോക്കുമ്പോൾ അറിയാലോ, പുള്ളിക്കാരൻ ഉണ്ടാക്കണതാണെങ്കിൽ അയാളുടെ ഭാഗത്തൊക്കെ നല്ല അഡ്വൈസ് കൊടുക്കണം. അയാൾക്ക് തണുപ്പ് പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിനുള്ള പ്രോപ്പറായിട്ടുള്ള ആക്സസറി മെഷേഴ്സും കൊടുക്കണം. ഇനി ഒരു 5 മിനിറ്റൊക്കെ സംശയങ്ങളൊക്കെ ചോദിക്കാൻ വിട്ടുതരാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ആർക്കെങ്കിലും സാറിൻ്റെ ക്ലാസ്സിൽ സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണം. നമുക്ക് ഒരു 7 മിനിറ്റ് ഉണ്ട്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. ആരും മടിച്ചിരിക്കരുതേ. സമയം കളയാതെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടണം. വ്യക്തമായി മനസ്സിലായോ? ആദ്യം ഇന്ന് മനസ്സിലായി സാറേ. സാർ ഒരു കാര്യം ചെയ്യട്ടെ, ഈ സ്കോർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് അത് ഇപ്പൊ അവര് മാർക്കിച്ച് നമ്മൾക്ക് അല്ല, ഹെൽത്തി കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ ഫുൾ മാർക്ക് കൊടുക്കുക. അങ്ങനെ കൊടുത്തു അത് ഇത് നോക്കിയാൽ മതി. ഹെൽത്തി ആണോ? യെസ്. മറ്റങ്ങനെ ഇന്റൻസിറ്റി, അതിന്റെ ശക്തി എത്രയുണ്ട്, നമുക്ക് തന്നെ ഒരു മാർക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് കഴിയുമ്പോഴേക്കും അത് ശരിയാവും. ഇത് കഴിയുമ്പോൾ അത് പഠിക്കണം. ഈ വാക്ക് മാത്രം പഠിക്കുക, HIDDEN. എന്നിട്ട് നിങ്ങൾ തന്നെ അതിന്റെ ഇന്റൻസിറ്റി, ഡ്രെഡ്ഫുൾനെസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ മാർക്ക് ഇടൂ. നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിലൊക്കെ വരും കേട്ടോ, പറഞ്ഞു തരുന്നുണ്ട്. ഇതിന് ചിലത് പറയണമെങ്കിൽ നമ്മൾ ആ ലെവലിൽ ഒരു അപ്രോച്ച് വരും. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ പോകണത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കും സംശയം പറഞ്ഞ നിതീഷിനെ കൊണ്ടുവന്നത് അതിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ വാട്ട് എവർ ഇറ്റ് ഈസ് ഐ ഷാൽ ഗിവ് ഡിസ്ക്രിപ്ഷൻ ലേറ്റർ, തന്നോളാം കേട്ടോ. അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. അതിന്റെ ഇപ്പൊ ഒരു രോഗം വന്ന് നമുക്ക് അറിഞ്ഞൂടെ. ഇപ്പൊ ഒരാൾ വന്നു, ആളുടെ ശ്വാസം വലിക്കാൻ പറ്റില്ല, ക്ലാവിക്കളൊക്കെ ഇങ്ങനെ നിൽക്കണു, വലിച്ചുകൊണ്ടിരിക്കണു, മറ്റേ ഡിസ്നിയ മറ്റുള്ള കണ്ടീഷൻ വരികയാണെങ്കിൽ അയാൾ വളരെ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ആളുടെ ഡ്രെഡ്ഫുൾനെസ് എത്രയാണ്. പിന്നെ അതുകൊണ്ട് ക്രോണിസിറ്റി, പഴക്കം നോക്കുമ്പോൾ ഡ്യൂറേഷൻ നോക്കാം. അതുപോലെ തന്നെ ഇന്റൻസിറ്റി, ഡ്യൂറേഷൻ, ഡ്രെഡ്ഫുൾനെസ്, പിന്നെ എക്സ്റ്റെൻഡ്, എവിടെയെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടോ, മൾട്ടിപ്പിൾ ഓർഗൻ സിസ്റ്റം ഇൻവോൾവ്മെന്റ് ഉണ്ടോ ഇല്ലേ നോക്കാം. അതുപോലെ നേച്ചർ എല്ലാം നോക്കുമ്പോൾ ഉള്ള കണ്ടീഷൻ നോക്കിയിട്ട് അതെല്ലാം 6 മാർക്കിലാണ് ഒരെണ്ണത്തിനിടുന്നത്. അപ്പൊ കൂടുതൽ സിവിയർ ആവും തോറും അവിടെ മാർക്ക് കൂടിക്കൊണ്ടിരിക്കും, മറ്റതിങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും.
അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാവുന്ന കാര്യമുള്ളൂ കേട്ടോ. ഹെൽത്തി ആണെങ്കിൽ ഹെൽത്തിയാണ്, അല്ല നോക്കി ചെയ്യുക. അതായത് കുഴപ്പമില്ല, അത് 1-2 ലെവൽസിന് ആവശ്യമില്ല. അപ്പൊ എങ്ങനെയും ഹെൽത്തിലും ഇത്തിരി വീക്കായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ മാർക്ക് കുറയും. അപ്പൊ എല്ലാം കൂടി കൂട്ടിയിട്ട് എത്ര കിട്ടും, അതിന് ടോട്ടൽ എത്രയാണ്. ഇപ്പൊ ഒന്നിൽ 3 ആയിട്ട് 6 കിട്ടിയ 18 മാർക്കേ ഉള്ളൂ. 18 മാർക്കാണെങ്കിൽ ദാറ്റ് ഈസ് ബിലോ 20, അല്ലെങ്കിൽ ഒരു 20 മാർക്കാണെങ്കിൽ അത് ഏത് ഗ്രേഡ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വി ക്യാൻ മേക്ക് എ പ്ലാൻ ഓഫ് ട്രീറ്റ്മെന്റ്. ആ രോഗിക്ക് സിംറ്റം, pathology, മയസം, ടെമ്പറമെന്റ് മയസം, then lab investigation, സർജറി, എക്സെട്ര എക്സെട്ര. നേരെ മറിച്ച് ഇഫ് ദ മാർക്ക് ഈസ് ലെസർ ദാൻ 26, അപ്പൊ അത് 20 അതിനുള്ള മാർക്ക് പ്രൊവൈഡ് ചെയ്യുക. അത് ഇനി അടുത്ത ക്ലാസ് വരുമ്പോഴും കിട്ടും കേട്ടോ. അടുത്ത 5th 6th കൂടി കഴിഞ്ഞിട്ട് നമുക്കൊരു കൺക്ലൂഷനിൽ തരാം. അപ്പൊ സംശയങ്ങളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ 5th 6th കൂടി പറയും. 5ാമത്തെ എങ്ങനെയാണ് മാനേജ് ചെയ്യണേ, 6ാമത്തെ അതായത് പാലിയേഷൻ, ഈ 6ഉം കൂടി പറഞ്ഞതിന് ശേഷം പിന്നത്തെ ഒരു ക്ലാസ്സിൽ നമുക്ക് ജനറൽ ആയിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻസിൽ വി ക്യാൻ ജസ്റ്റ് ഫിനിഷ് ഇറ്റ്. ഐ തിങ്ക് ദാറ്റ് ഇറ്റ് ഇസ് ബെസ്റ്റ്. ഇനി ആർക്കും ചോദിക്കാണെങ്കിൽ പറഞ്ഞോളൂ, ഹാൻഡ് റൈസ് ചെയ്തവരുണ്ടെങ്കിൽ. ഹാൻഡ് റൈസ് ചെയ്യണേ. ആർക്കും സംശയമില്ലേ? എല്ലാവരും നമുക്ക് 61 പേരുണ്ടായിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണം, സമയം കളയാതെ. ഇത്രയും വേഗം ചുമയൊക്കെ ട്രീറ്റ് ചെയ്യണതല്ലേ? എന്തോ അല്ലെ, കഫൊക്കെ ട്രീറ്റ് ചെയ്യണതല്ലേ? അതെ. നല്ല നല്ല കേസുകൾ ട്രീറ്റ് ചെയ്യണത് കൊണ്ട് ധൈര്യമായിട്ട് ചോദിക്കാമല്ലോ. അതെങ്ങനെ മാനേജ് ചെയ്യണം ഒക്കെ ചോദിച്ചൂടെ? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ സാറിനോട്? ഹാൻഡ് റൈസ് ചെയ്യണേ. ആർക്കുമില്ല. ജയലളിത ഡോക്ടറെ. യെസ് മാം, താങ്ക് യു ഫോർ കോളിംഗ് മീ. സർ, ഞാനേ കോക്കസ് കാറ്റ് ഒരു കേസിൽ കൊടുത്തപ്പോ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുമ കൂടുതലായി, കഫം നല്ലോണം അങ്ങോട്ട് പോന്നു. പക്ഷെ അത് ഭയങ്കരമായിട്ട് കൂടിയെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് ആ കഫം പോവാനുള്ളതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ അത് പേഷ്യന്റിന് അത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കി. അത്തരം കേസുകൾ ചെക്ക് ചെയ്യണം ജയലളിത. അതാണ് ഞാൻ പറഞ്ഞത്. അത്തരം കേസുകൾ നമ്മൾ അത്തരം കേസുകൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, എക്സ്റേ ഒക്കെ ഒന്ന് എടുത്ത് നോക്കണം, നല്ലതാണ്. മനസ്സിലാവുണ്ടോ? അതായത് അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ 3 മരുന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം. ഇങ്ങനെ വരുമ്പോ നമ്മൾ ഇത്തരം സിംറ്റമിൽ നമ്മൾ കൊടുത്തപ്പോ മാറി എന്ന് വിചാരിച്ചാൽ നമ്മൾ തള്ളിക്കളയില്ലേ? അങ്ങനെ ഇപ്പൊ ഈവൻ യു ആർ ഗെറ്റിംഗ് റിലീഫ് ഈവൻ ആഫ്റ്റർ ഗിവിംഗ് ദിസ് റെമഡി, വെറുതെ ഒന്ന് ബ്ലഡ് ടെസ്റ്റും എക്സ്റേ ഒക്കെ ഒന്ന് എടുത്ത് പരിശോധിച്ച് വെക്കണം, നല്ലതാണ്. ഒരു അഡ്വാൻസ് നമുക്കൊരു മുൻപ് നല്ലതാണ് കേട്ടോ. ഓക്കെ സർ. എന്നിട്ട് ഞാനിതിന് അറേലിയ റിസിമോസ കൊടുത്തപ്പോ നല്ലോണം കുറഞ്ഞു. അല്ല, അതെന്താ പറയാ, ഉള്ള കഫം ഈ സാധാരണഗതിയിൽ നമ്മളുടെ ഈ ചുമ ഒരു ദിവസം കൊണ്ട് പല സമയത്ത് ഉണ്ടാവുന്ന സമയത്ത് ലോവർ പോർഷനിൽ കിടക്കും ജയലളിത. അതായത് ഇപ്പൊ ലങ്സിന്റെ ലോവർ പാർട്ടിൽ കൊടുക്കുമ്പോൾ അക്കോർഡിംഗ് ടു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഏറ്റവും താഴെ കിടക്കുന്ന ഭാഗമല്ലേ? താഴെ കിടക്കുന്ന ഭാഗത്ത് നിന്ന് ചുമയ്ക്കുമ്പോ താഴ്ത്തുനിന്ന് മുകളിലേക്ക് വന്നത് പുറത്തു പോണ്ടേ? അപ്പൊ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് ദി എർത്ത്. അത് നമ്മുടെ ബോഡി പോസ്ചർ, ലങ്ങിന്റെ പോസ്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ലങ് കറക്റ്റ് എക്സാക്ട് ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് കറക്റ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ദ ലങ് ചുമ പേഴ്സിസ്റ്റ് ചെയ്യില്ല. നേരെ മറിച്ച് ഈ ദേർ എനി ടിൽറ്റേഷൻ, എനി ബ്ലോക്ക്, എപ്പോഴെങ്കിലും കഫം ഓരോ പ്രാവശ്യം ചുമയ്ക്കുമ്പോഴും ഒരറയെങ്കിലും അടഞ്ഞു പോകും വിചാരിച്ചില്ലെങ്കിൽ. നമ്മളെല്ലാവരും ചെയ്യുന്നത് ബ്രോങ്കൽ ട്യൂബ് കറക്റ്റ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണം. ലങ്സിൽ നിന്ന് താഴ്ത്തു വരുന്നത് ലാസ്റ്റാണ്. അതുകൊണ്ട് ചുമയ്ക്ക് മരുന്ന് കൊടുക്കുമ്പോൾ ആദ്യം കുറയും. പിന്നെ പറഞ്ഞതിന്റെ കാരണം അടിയിലത്തെ കഫം ഇളകി തുടങ്ങും നമ്മളെ മരുന്ന് കഴിക്കുമ്പോൾ. അപ്പോഴാണ് ഈ ചുമ കൂടുന്നത്. ആ അടിയിലത്തെ കഫം ഇളകുന്നത് എൻ്റെ അഭിപ്രായത്തിൽ വേറെ കണ്ടീഷനൊന്നും കുഴപ്പമില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ അത് ചുമയ്ക്കാൻ അനുവദിക്കുന്നത് കൊണ്ട് പ്രോബ്ലം ഇല്ല. നേരെ മറിച്ച് അതോടൊപ്പം നമ്മൾ പരിശോധിക്കാതെ ഇരിക്കുന്നത് തെറ്റാണ്. ഓക്കെ സർ. പക്ഷെ പേഷ്യന്റ് അങ്ങനെ ആയിക്കഴിയുമ്പോ ചിലവര് നിക്കില്ല, അത്ര കൂടുതലായി എന്ന് പറഞ്ഞിട്ടേ. അതൊരു കഷ്ടം. നിക്കാന്ന് പറയുന്നത് പേഷ്യന്റിന് ആ സമയത്ത് ഉത്കണ്ഠയും ഭയവും വരും. കാരണം എന്താ വെച്ചാല് എപ്പോഴും ഒരു ഡിസ്ട്രസ് ഫീൽ ചെയ്താൽ രോഗിക്ക് തന്നെ ഒരു ഡിസ്ട്രസ് ഫീൽ ചെയ്യും. അപ്പൊ നമ്മളെ മറ്റേ കിതപ്പിന്റെ അവസ്ഥ, അവരുടെ ഏജ് എല്ലാം കൂടി പരിഗണിക്കണം. അതുപോലെ അവരിപ്പോ അഗ്രവേഷൻ, വാം റൂം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. ആ സ്ഥാനത്ത് ഒരു ടെസ്റ്റുകളും കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ തീരുമാനം എടുക്കാൻ സാധിക്കും. അത് 4th ലെവൽ കേസ് ആണെങ്കിൽ, മിക്കവാറും ഈ കേസൊക്കെ 3rd ലെവൽ ആവുള്ളൂ എന്ന് വിചാരിക്കണം. 4th ലെവൽ ആണെങ്കിൽ നമ്മൾ ടെസ്റ്റുകളല്ല. അപ്പൊ വേറെ ഹോസ്പിറ്റലിൽ നിന്ന് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നതാണോ? അല്ല.
അപ്പൊ അതുകൊണ്ട് അതിന് പ്രശ്നമൊന്നുമില്ല. ബ്ലഡ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യിച്ചോളൂ. എന്തായാലും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഒരു സിമ്പിൾ എക്സ്റേ കൊടുത്തിട്ടോളൂ കേട്ടോ. അപ്പൊ ഓക്കെ, അടുത്ത കുറഞ്ഞു ക്ലാസ്സിൽ എന്തായാലും നല്ല ആശ്വാസമായി. ഇപ്പിക്കാക്ക് കുറയും. 3x. അത് അറിയില്ല. ആ ഇപ്പിക്കാക്ക് ബെസ്റ്റ് റെമഡിയാണ് കേട്ടോ. ഇപ്പിക്കാക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഒക്കെ കൊടുത്ത് ഇപ്പിക്കാക്കിന്റെ സിംറ്റം തന്നെ മച്ച് മ്യൂക്കസ് ആണ്, കണ്ടമാനം നന്നായിട്ട് കഫം. കുറഞ്ഞു. പിന്നെ അതാണ് ഇപ്പിക്കാക്കിന്റെ പ്രത്യേകത. ഇപ്പിക്കാക്ക് എപ്പോഴും നമുക്കറിയില്ലേ, വോമിറ്റിംഗ് വിത്ത് ക്ലീൻ ടങ് എന്നല്ല പറയുന്നത്. ദാറ്റ് ഈസ് നോ ഡൈജസ്റ്റീവ് ട്രബിൾ, ബട്ട് ഇൻ സെയിം ടൈം ഓൺലി ദ പൾമിനറി ട്രബിൾ. ദാറ്റ് ഈസ് ഇപ്പിക്കാക്ക് ഈസ് വെരി ഗുഡ്. ഏറ്റവും നല്ല റിസൾട്ട് കിട്ടിയേക്കണ ഇപ്പിക്കാക്ക് 3x ആന്റിടാർട്ട് 3x ഈ കിട്ടും. കോക്കസ് ആക്റ്റീവ് കിട്ടിയിട്ടുണ്ട്, റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ചില കേസിൽ മാത്രമേ ഇത് കൂടുതലായിട്ടുള്ളൂ. സംശയമൊന്നുമില്ല, കിട്ടിക്കോളൂ കേട്ടോ. താങ്ക് യു സർ. നന്ദി ഓക്കെ. ജലജ ഡോക്ടറെ. സാറേ, ഒരു കാര്യം, ഈ ടിഞ്ചറുകൾ നമ്മൾ എങ്ങനെ, എത്ര ഡ്രോപ്സും അതിന്റെ റിപ്പറ്റീഷൻ ഒക്കെ എങ്ങനെയാണ് സാറിന്? അല്ല, ടിഞ്ചർ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുക, ഏത് മദർ ടിഞ്ചറും ശരിക്കും 8 ഡ്രോപ്സ് സഫീഷ്യന്റ് ആണെന്നാ പറയണേ. ഇവിടെ 10ഉം 15ഉം ഒക്കെ കൊടുക്കുന്നവരുണ്ട്. 8 ഡ്രോപ്സ് ഒക്കെ മതി. ഹലോ, കേക്കാം സാർ. ആ സാറിന്റെ 8 വീഡിയോ പോയി. 8 ഡ്രോപ്സ് ഒക്കെ മതി. മനസ്സിലാവുണ്ടോ? അത് തന്നെ റെപ്പറ്റീഷനോ? റിപ്പീറ്റേഷൻ വെച്ചാൽ നമുക്കിപ്പോ ഒരു ശരിക്കൊക്കെ 2 നേരം, ഞാൻ 2 ടൈംസ് കുറച്ച് 10-15 ദിവസം അടുപ്പിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യും, 10-15 ഡേയ്സ്. പക്ഷെ കുറവായി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ, നല്ല കറക്റ്റ് ആയിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മറ്റേലേക്ക് പോവാം. ഏതിലേക്ക്? അതിന്റെ പൊട്ടൻസിയിലേക്ക് പാസ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് സ്റ്റേജ് മനസ്സിലാക്കിയിട്ട് ചെയ്താൽ ഉത്തമമായിരിക്കും. അതായത് നമ്മൾ കുറേ നാള് ഒരേ മെഡിസിൻ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മദർ ടിഞ്ചർ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഇപ്പൊ ഗ്രൻഡേലിയാണ് ഉപയോഗിക്കുന്നത്. ഗ്രൻഡേലിയ വളരുന്നത് ഈ സെലിനിയം സോയിലാണ്. അപ്പം റീനൽ കംപ്ലൈന്റ് ഉള്ളവർക്ക് ഗ്രൻഡേലിയ അൺനെസസറി ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടില്ല. അങ്ങനെ കുറച്ച് ലിമിറ്റേഷൻ. അതുകൊണ്ടാണ് പത്തോഫിസിയോളജിക്കൽ ആയിട്ടൊന്ന് വായിച്ചോളാൻ പറയുന്നത്. കാരണം ഗ്രൻഡേലിയ ഈസ് എ റെമഡി ദാറ്റ് വിച്ച് ഗ്രോസ് ഇൻ സെലിനിയം സോയിൽ, സെലിനിയം കണ്ടന്റ് ഉള്ള സോയിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള സെലിനിയം എപ്പോഴും നമുക്ക് റീനൽ കംപ്ലൈൻസ് ഉണ്ടാവും. അപ്പോൾ റീനൽ ഇൻസഫിഷ്യൻസി ഉള്ള ആൾക്കാരിലാണ് ഇത്തരത്തിലുള്ള ക്രോണിക് കഫ് എങ്കിൽ അത് കൊടുക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ അതുകൊണ്ട് അതൊന്ന് വായിച്ചു പഠിക്കാൻ പറയട്ടെ. അതുപോലെ എല്ലാ മെഡിസിനും ഉപയോഗിക്കും. ഇപ്പൊ ജസ്റ്റീസിയ നമ്മൾ ഉപയോഗിക്കുന്നു. അതുപോലെ എല്ലാ മെഡിസിനും മദർ ടിഞ്ചേഴ്സ് ആയാലും കണ്ടിന്യൂസ് കൊടുത്തിട്ട് റിലീഫ് എന്നുള്ളതല്ല അർത്ഥം. നമ്മളൊരു മെഡിസിൻ കൊടുത്താലും ഒബ്സർവേഷൻ എന്നുള്ളതാണ്. ഹോമിയോപ്പതിക് മെഡിസിൻ കുറേ ഡോസ് കുറേ നാൾ ഒരേപോലെ കൊടുക്കുക എന്നുള്ളതല്ല. അലോപ്പതിയൊക്കെ ചില മരുന്നുകൾ ഇങ്ങനെ കഴിച്ചാൽ 10 കൊല്ലം 15 കൊല്ലം കഴിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുത്തിരുന്ന കാലത്ത് മരുന്ന് കൊടുത്ത് 15 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ അതേ ഷീറ്റിൽ മരുന്ന് മേടിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു തെറ്റായ പ്രൊസീജിയേഴ്സ് ആണ്. കറക്റ്റ് ആയിട്ടുള്ള ഡ്രഗാണ്. കറക്റ്റായിട്ട്, അതായത് ഈ മാറി അല്ലെങ്കിൽ മാറിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ ശരിക്കും മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റണം. പക്ഷെ അത് ഇപ്പൊ COPD കേസിലൊക്കെ അങ്ങനെ മുഴുവനായിട്ടൊന്നും നടക്കില്ല. അപ്പൊ നമ്മൾ എന്ത് വെച്ചാൽ കുറച്ച് നാൾ മദർ ടിഞ്ചറിന് റിലീഫ് കണ്ടു കഴിഞ്ഞാൽ നമുക്കിപ്പോ ബയോ കോമ്പിനേഷൻ 2, 6 അല്ലെങ്കിൽ നാട്രൽ സൾഫ്, കാലി സൾഫ്, കാൽക്കേരിയ സൾഫ്, അതെല്ലാം ബയോകെമിക് മെഡിസിൻസ് ഉപയോഗിക്കുക. പിന്നെ ടിഞ്ചേഴ്സ് തന്നെ അതിന്റെ കോംപ്ലിമെന്റ് നോക്കി കൊടുക്കുക. പിന്നെ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഹെൽത്ത് കണ്ടീഷൻ, ഒരു ലങ്സിന് ഇപ്പോൾ മ്യൂക്കസ് മെമ്പറിൻ വേണം, അതിന്റെ ആൽവിയോളി വേണം, ഗേഷ്യസ് ഫങ്ഷനിങ് വേണം, അതിലേക്ക് എത്തണം. ഇത്രയും കണ്ടീഷൻ. അപ്പോൾ ഓക്സിജൻ നോക്കുമ്പോൾ കുറവുണ്ടെങ്കിൽ അതിന് ബാലൻസ് ചെയ്യണം. അതിലങ്ങനെ ഓരോന്നോരോന്ന് നോക്കി നോക്കി പോയാൽ കൂടുതൽ. ഇപ്പൊ കാർബോവേജ്, ആസ്പിഡോസ്പെർമ, ആഴ്സനിക് അയോഡൈഡ്, അതുപോലെ അയോഡൻ കോമ്പൗണ്ട്സ്, ഗ്ലാൻഡുലാർ ഇൻവോൾവ്മെന്റ്, അങ്ങനെയുള്ളതെല്ലാം. അപ്പൊ അതാ ഇതിനോടനുബന്ധിച്ച് നിൽക്കുന്ന മറ്റു രോഗങ്ങളെയും കൂടി ഒന്ന് അനുബന്ധിച്ചുകൊണ്ട് ഉള്ള പ്രിസ്ക്രിപ്ഷൻ നമുക്ക് കിട്ടും. അതിനാണല്ലോ ഹോളിസ്റ്റിക് എന്ന് പറയണേ. അതിനാണ് സിംറ്റം നമ്മൾ എടുക്കുക, എല്ലാ സിംറ്റം എടുത്തിട്ട് സെലക്ട് ചെയ്യുക. ക്ലിയർ ആയോ? സാറേ, നമ്മുടെ ഇന്നത്തെ സമയം കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും സാറിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് കൂടിയാണ് ഇപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് സാറിന് നന്ദി പറയുന്നതിന് ജയലളിത ഡോക്ടറെ തന്നെ ക്ഷണിക്കുകയാണ്. ഡോക്ടറുടെ സംശയങ്ങളും ആണല്ലോ ഇന്ന് പരിഹരിച്ചത്. ഡോക്ടറെ. താങ്ക് യു മറിയാമ്മ ഡോക്ടറെ. ഡോക്ടറെ, ഞാനതിന് രാധാകൃഷ്ണ സാറിന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട് കുറെ നാള്, എനിക്കറിയാം. അതുകൊണ്ട് അപ്പൊ എന്തായാലും നല്ലൊരു സെഷൻ എടുത്തിരുന്നു, സാർ എടുത്തു തന്നു. സൂര്യ ഡോക്ടർക്കും അതുപോലെ തന്നെ പെത്തോളജി, അതിന്റെ ഫിസിയോളജിയും എല്ലാം എങ്ങനെ എടുക്കണം, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അതിന്റെ അഗ്രവേഷൻ, അമിലറേഷൻ, സെൻസേഷൻ, ലൊക്കേഷൻ, മൊഡാലിറ്റി, അതെല്ലാം ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നു.
എനിക്ക് സൂര്യ ഡോക്ടർക്കും രാധാകൃഷ്ണ ഡോക്ടറിന്റെ മകൻ നിതിൻ ഡോക്ടറിനും രാധാകൃഷ്ണ ഡോക്ടർക്കും ഒരുപാട് നന്ദി. ഇനിയും ഇതിന്റെ ബാക്കി ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ സാർ എത്തുമെന്നുള്ള പ്രതീക്ഷയോടെ IAPHന്റെ പേരിൽ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് സർ. നന്ദി ജയലളിത ഡോക്ടറെ. എന്തായാലും ഇന്ന് നമുക്ക് സാറ് 3rd ലെവലിലും 4th ലെവലിലുമുള്ള കേസുകൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത് വളരെ വിശദമാക്കി തന്നു. അതുപോലെ നിതീഷ് ഡോക്ടർ നമുക്ക് ഹിഡൻ പ്രോട്ടോക്കോളും പിന്നെ അത് നമ്മുടെ സൂര്യരാജീവ് ഡോക്ടർ നമുക്ക് 3 മെഡിസിൻ്റെ പതോഫിസിയോളജി എല്ലാം പറഞ്ഞു തന്നു. 3 പേർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. സാറിൻ്റെ അടുത്ത ക്ലാസ്സിന് വേണ്ടി ഞങ്ങൾ അതായത് പ്രത്യേകിച്ചും 5ഉം 6ഉം ലെവലിലുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള ക്ലാസ്സിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇന്നത്തെ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇന്ന് നമ്മുടെ 2179 പ്രതിദിന സൂം വെബിനാർ ഇവിടെ ഭംഗിയായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.